വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഫൈസൽ മൗലവി ഒന്നാം റൗണ്ടിൽ ചോദ്യം പൂർത്തിയായിട്ടില്ല. 4 മിനിറ്റ് എടുത്തിട്ട് ഫൈസൽ മൗലവിക്ക് ഒന്നാം റൗണ്ടിൽ ചോദ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പാവം സംഘടകരെ വിട്ടുകൊണ്ട്, പ്രവർത്തകരെ വിട്ടുകൊണ്ട് വ്യവസ്ഥക്ക് വന്ന് 4 മിനിറ്റ് വേണം ചോദ്യത്തിന് എന്ന് വാശി പിടിച്ച് ഞങ്ങൾ ചോദിച്ചു, ഒരു ചോദ്യം ചോദിക്കാൻ എന്തിനാ 4 മിനിറ്റ് വേണമെന്ന് വാശി പിടിച്ചിട്ട് 4 മിനിറ്റ് കൊണ്ട് മൗലവിക്ക് ഒരു ചോദ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത് മൂപ്പർ പറയാൻ ഞങ്ങൾ ഈ സംവാദം കഴിയുമ്പോഴത്തേക്ക് പൊളിക്കുമെന്ന്. അപ്പൊ പൊളിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പായി. ആദ്യം പറഞ്ഞു ജയിച്ചു തീർന്നു, പിന്നെ പറയാ പൊളിക്കും. അപ്പൊ പൊളിഞ്ഞിട്ടില്ല എന്ന് മൂപ്പർക്ക് തന്നെ മനസ്സിലായി. ആദ്യം പറഞ്ഞതെതിരാണ്, അവസാനം പറഞ്ഞത് എന്ന്. എന്നാൽ എന്താണ് ഇവിടെ വിഷയാവതരണത്തിൽ സംഭവിച്ചത്? വിഷയാവതാരകൻ പാവം അദ്ദേഹം എന്താണെന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇവരെന്താണ് പറയുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ഇവരോട് ക്ഷമിപ്പണമേ എന്ന ബൈബിളിന്റെ മഹത്വജനം വളരെ ഫിറ്റാണ്. ഇവിടെ വിഷയാവതരണം നടത്തിയ ഫദ്ലുൽ ഹഖ് ഉമരിക്ക് എന്ന് ഈ സദസ്സിത സാക്ഷിയാകാൻ പോവുകയാണ്. കേരളം മുഴുവൻ ഇത് കേൾക്കാൻ പോവുകയാണ്. എന്റെ സുഹൃത്തെ, എന്താണ് അദ്ദേഹത്തിന് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അദ്ദേഹം അങ്ങ് മംഗലാപുരത്ത് നടന്ന ചോദ്യത്തിന്റെ മറുപടിയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ. മംഗലാപുരത്ത് അദ്ദേഹം ആകപ്പാട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കാൻ പറ്റുമോ? മുഹ്യിദ്ദീൻ ശൈഖ് അള്ളാഹുവിന്റെ അടിമയാണെന്ന വിശ്വാസത്തോടെ മുഹ്യിദ്ദീൻ ശൈഖ് ഹിദായത്ത് കാണിച്ചു തരണേ എന്നർത്ഥത്തിൽ മുഹ്യിദ്ദീൻ ശൈഖിനോട് ഇഹ്ദിന എന്ന് പറയാം എന്ന് MT അബൂബക്കർ ദാരിമി മറുപടി പറഞ്ഞതിന് അവിടുന്ന് കുറെ കൂക്കി വിളിച്ചതല്ലാതെ മറുപടി പറയാനൊന്നും സാധിക്കാത്തത് കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാവപ്പെട്ട ദേവാസമിതിയുടെ പ്രവർത്തകർ ഫൈസൽ മൗലവിക്ക് സ്റ്റേജ് കെട്ടിക്കൊടുത്തു. അവിടെയൊന്നും ക്ലിക്കാകാതെ വീണ്ടും അത് ഇവിടെയും കൊണ്ടുവന്ന് ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്റെ പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കിക്കോളൂ. വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്, വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്, വഹ്ദിനാ ഞങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു തരണമേ എന്ന് അള്ളാഹുവിന്റെ ഒരു നബിയോട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ഒരു നബിയോട് ചോദിച്ചത് വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കി തൽക്കാലം നമ്മൾ നബിദിനാഘോഷത്തേക്ക് നിങ്ങൾ വരണം, വിഷയത്തിലേക്ക് വരണം. ഇനി ഞങ്ങൾ പറയട്ടെ, ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ വാദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരും. എന്താണത്? ഞങ്ങളെ വാദം നബിദിനാഘോഷം ശിർക്കല്ല, നബിദിനാഘോഷം ശിർക്കാണെന്ന മുജാഹിദ് വാദം തെറ്റാണ് എന്നായിരുന്നു ഞങ്ങളുടെ വാദം. മറുവാദം മുജാഹിദ് എഴുതേണ്ടതാണ്. എന്താ എഴുതേണ്ടത്? നബിദിനാഘോഷം ശിർക്കാണ്. എഴുതിയില്ല. മുജാഹിദ് ആ വാദം എഴുതിയില്ല. ഇവിടെ പറയാ ശിർക്കാണ്. എന്തിനാ 4 പുള്ളന്മാരെ വിട്ടിട്ട് വ്യവസ്ഥക്ക് പറഞ്ഞേക്കുമ്പോൾ അവരോട് പറയണ്ടേ ശിർക്കാൻ ഞങ്ങൾക്ക് വാദമുണ്ട്? നിങ്ങളെ പുറത്തിറങ്ങിയാൽ മാറി പിടിച്ചടിക്കും ഇവിടുത്തെ ഈ ശാഖയിലെ ഇവിടുത്തെ ദേവാസമിതിയുടെ പ്രവർത്തകർ. നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചു ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമില്ലേ? എഴുത്. അവർ പറഞ്ഞെന്താണെന്നറിയോ? ഇതാ അവർ ഞങ്ങളുടെ വാദത്തിന് ചെയ്യുമോ? ഇത് നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണെന്ന മുജാഹിദ് വാദം തെറ്റാണ് എന്ന് ഞങ്ങൾ വാദം എഴുതിയപ്പോൾ നബിദിനാഘോഷം ശിർക്കാണ് എന്ന് ഇവിടെ വന്ന് കബളിപ്പിക്കൽ നടത്താൻ ശ്രമിക്കുന്ന മൗലവിമാർ അവരെ വിട്ടയച്ച ആ സാധുക്കൾ എഴുതിയെന്താണെന്നറിയോ? റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേക കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന നബിയുടെ ജന്മദിനാഘോഷവും അനുബന്ധ കാര്യങ്ങളും ബിദ്അത്താകുന്നു. അപ്പൊ പ്രത്യേകത കൽപ്പിക്കാതെ നടത്തിയാൽ ബിദ്അത്തല്ല, അത് സുന്നത്താണെന്ന് മൗലവിമാർ പറഞ്ഞതിന്റെ അബദ്ധം ഇൻഷാ അല്ലാഹ് സംവാദം കഴിയണ്ട. ഇത് കേൾക്കുന്ന ഓരോ മലയാളി കുട്ടിക്കും മനസ്സിലാകും. ഞങ്ങൾ പറയാൻ പോവുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ എടവണ്ണപ്പാറയിൽ ഈ മൗലവി ഞങ്ങളോട് സംവാദ വ്യവസ്ഥക്ക് വന്നു. ഉച്ച മണിക്കൂറുകളോളം ഞങ്ങൾ ഇരുന്നു. എന്നിട്ട് നബിദിനാഘോഷം ശിർക്കാണെന്ന മുജാഹിദ് വാദം തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്കങ്ങനെ വാദമില്ല എന്ന് 1000 തവണ പറഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയി പിരിഞ്ഞതാണ് മൗലവി. പിന്നെ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ വന്ന് പറയുന്നു ഞങ്ങൾക്ക് വാദമുണ്ടെന്ന്. ഞങ്ങൾ പറയുന്നു നിങ്ങളിൽ നിഷേധിക്കുകയാണെങ്കിൽ കവലകളായ കവലകൾ മുഴുവനും നിങ്ങൾ എടവണ്ണപ്പാറയിൽ പറഞ്ഞ ക്ലിപ്പുകൾ നടക്കാൻ പോവുകയാണ്, വൈരുദ്ധ്യങ്ങൾ തങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, നബിദിനാഘോഷത്തിൽ ശിർക്ക് ഉണ്ട് എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി അതിന്റെ ഇടയിലെ ഒരുപാട് വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഈ വരികളൊന്നും ഇല്ലാതെ തന്നെ മൗലിദിന്റെ ഉള്ളിലെ ഗദ്യപദ്യങ്ങളുള്ളത് കൊണ്ടാണ് നബിദിനാഘോഷം ശിർക്ക് എങ്കിൽ അതൊന്നും ഇല്ലാത്ത നബിദിനാഘോഷം തന്നെ ശിർക്കാണെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിതാ വായിക്കാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമാകാത്ത മൗലിദ് ആയാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. ഗദ്യപദ്യങ്ങളുടെ ഇടയിൽ ശിർക്കിന്റെ വരിയുണ്ട് എന്നല്ലേ നിങ്ങൾ വാദത്തിൽ എഴുതിയത്? ഇതാ ഉമർ മൗലവി എഴുതിയിരിക്കുകയാണ്. ഉമർ മൗലവിനെ നിങ്ങൾക്ക് തള്ളാൻ കഴിയുമോ? ഒരു കൊല്ലമായി വ്യവസ്ഥ എഴുതിയിട്ട്
മുജാഹിദിന്റെ കേന്നമിന്റെ പേരിൽ വന്നവർ ഞങ്ങൾ കേന്നമിന്റെ പേരിൽ നിൽക്കൂല എന്ന് പറഞ്ഞപ്പോൾ പ്രവർത്തകർ ചങ്കൂറ്റത്തോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേന്നമിന്റെ പ്രസിദ്ധീകരണങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയാണെന്ന് നിങ്ങൾ എഴുതി തരുമോ? എഴുതി തരുമെന്ന് സദസ്സിൽ പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു കൊല്ലത്തോളം നീണ്ടുനിന്ന ഈ വ്യവസ്ഥയുടെ ചോദ്യത്തിനുത്തരം മിഞ്ഞാണ് എഴുതി തന്നത്. എന്താണ് ആ എഴുതാൻ അവരെ വറപ്പിക്കുന്ന കൈയുടെ രഹസ്യമെന്ന് ഞങ്ങൾക്കിതാ ബോധ്യപ്പെടുന്നു. ഉമർ മൗലവി എഴുതിയിട്ടുണ്ട്, ഗദ്യപദ്യങ്ങളിൽ ശിർക്കിന്റെ വരി ഉണ്ടായാലും ഇല്ലെങ്കിൽ തന്നെയും മൗലിദാഘോഷം തന്നെ ശിർക്കാണ്. ഇനി ഫൈസൽ മൗലവിയും കൂടി ലേഖനം എഴുതിയ വേറൊരു അൽ ഇസ്ലാഹിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഉമർ മൗലവിയുടെ വേറെ പുസ്തകത്തിലുള്ള ഉദ്ധരണികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണ്ടി വന്നാൽ കൊട്ടകളായി ഇവിടെ ഉദ്ധരിച്ചു തീർക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, മൗലവിക്ക് വാദം എഴുതാൻ പോലും കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാതെ എന്താണ് ഇതിന്റെ വാദമെന്ന് സ്വയമായൊരു നിലപാടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം കളിക്കുകയാണ്. ഇനി എന്താണ് വിദേഹത്ത്? മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ ബാരിയിൽ നിന്ന് മൂപ്പര് വായിച്ചു. മൂപ്പരോട് ചോദിക്കാൻ ശ്രമിച്ച ചോദ്യം ഖുർആനിൽ ഉണ്ട് എന്ന് പറയുന്നു, എങ്ങനെ വിധേയത്തായി എന്ന് മൂപ്പർ ഉദ്ദേശിച്ചതാണ്. ഞാൻ ആ ഉദ്ദേശം ദീർഘദൃഷ്ടിയോടെ മനസ്സിലാക്കിയെടുത്ത് പറയുന്നു, മൗലവി നിങ്ങൾക്ക് ശാഫി ഇമാം മറുപടി പറയുന്നുണ്ട്. ചോദ്യം മുഴുവനായിട്ടില്ലെങ്കിൽ പകുതിക്ക് മറുപടിയുണ്ട്. ആ മുഴുവനായ എന്തായിരിക്കും അവസ്ഥ? ചോദ്യം പകുതിയായപ്പോഴേക്കും ഈ കോലത്തിൽ ബേജാറാകുക. അപ്പൊ മുഴുവനായാലോ? എന്റെ തൊടാനൊരു ആയത്ത് എന്റെ ആയത്ത് പൊട്ടില്ല, ആര് വ്യാഖ്യാനിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ നിർത്തിയത്, അത് നിങ്ങൾ കേട്ടില്ല. അതാ പ്രശ്നം. ആര് വ്യാഖ്യാനിച്ചു എന്ന് ചോദിച്ചാൽ അവസാനിപ്പിച്ചത് അത് കേൾക്കാത്ത പോലെ പോവുക. എന്നിട്ട് ഉമർ മൗലവിന്റെ പിന്നാലെ ഉമർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാ. എവിടെ കിട്ടുന്നയോ? 2 വരി മേലിൽ വായിക്കുക. നിങ്ങൾ വായിച്ചല്ല അപ്പോൾ എന്ന് പറഞ്ഞിട്ടാ. എപ്പോൾ അങ്ങോട്ട് വായിക്കി, അതിന് വായിക്കി. ബുക്ക് പറയേണ്ടതാ. അപ്പോൾ ഒരു വാചകം അങ്ങനെ ആരംഭിക്കോ, എപ്പോഴാ ശിർക്ക് അങ്ങോട്ട് വായിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ആ നിങ്ങൾ ഈ ചൊല്ലുള്ള കൊണ്ടെടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ ശിർക്ക് തന്നെ മുസ്ലിയാരെ, ഒരു സംശയം വേണ്ട. ഉമർ മൗലവി നിങ്ങൾ വായിക്കണ്ട, അനുമുഷൽ കോപ്പിടുത്തല്ലോ അതിലുണ്ട് ശിർക്കാന്നുള്ളത്, അതും വായിച്ചോളി. അതുകൊണ്ട് അതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ തെളിയിച്ചല്ല. അതുകൊണ്ട് തന്നെ ചോദ്യം കേട്ടിട്ടില്ല എന്ന് പറയണ്ട, നല്ലോണം ശ്രദ്ധിച്ചോളി. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ ആയത്ത് പച്ചയായി ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു, ആ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപിക്കേണ്ടത് സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്ത് നബിദിനം ആഘോഷിക്കാൻ തെളിവായിക്കൊണ്ട് നിങ്ങൾ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി എങ്കിൽ സ്വഹാബത്ത് മുതൽ താബിഉകൾ മുതൽ തബഉ താബിഉകൾ മുതൽ മദ്ഹബിന്റെ ഇമാമികൾ മുതൽ ഖുർആൻ മുഫസ്സിറുകളായ അഹ്ലുസ് സുന്നയുടെ ആധികാരികമായ മുഫസ്സിറുകൾ, ഇനി വേണ്ട മുഹദ്ദിസുകൾ, ഇനി വേണ്ട ഫുഖഹാക്കൾ, ആരെങ്കിലും ഒന്ന് അഹ്ലുസ് സുന്നയുടെ ഇമാമിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് എഴുതി വെച്ച ഒരു കിതാബ് മുസ്ലിയാരെ, ഒരൊറ്റ കിതാബ് ഷിയാക്ക് വേണ്ട, നിങ്ങൾ കയ്യിലുണ്ടാവും. ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ എടുത്തോളൂ. നേരെ മറിച്ച് അഹ്ലുസ് സുന്നയുടെ നേതാക്കന്മാരായി അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ, മുഫസ്സിറുകളോ ഇനി മുഹദ്ദിസുകളോ ഇനി ഫുഖഹാക്കളോ ഏത് ഇമാമികളാവട്ടെ, അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരൊറ്റ പണ്ഡിതൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു, റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാൻ തെളിവാകുന്നു, ഈ 12 വിട്ടാൽ റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് എഴുതി വെച്ച ഒരു വരി ഇലാ യൗമിൽ ഖിയാമ ഇർഫാനി എന്നല്ല, എംടി എന്നല്ല, ആര് വന്നാലും ശരി വായിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത്. ഖുർആനിനെ പച്ചയായ ദുർവ്യാഖ്യാനമാണ്. റഹ്മത്ത് എന്ന് തഫ്സീറിന് ശരിയ ബഹ്റുൽ മുഹീത്തിലുണ്ട്, ദുറുൽ മൻസൂറുണ്ട്. അതുകൊണ്ടായില്ല. നേരെ മറിച്ച് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് ഏത് മുഫസ്സിറാ രേഖപ്പെടുത്തിയത്? ഏത് സ്വഹാബിയാ പറഞ്ഞത്? ആരാ പഠിപ്പിച്ചത്? അതുകൊണ്ട് തന്നെ ആ ചോദ്യം നിങ്ങൾ കൃത്യമായി പറയേണ്ടതുണ്ട്. അതല്ലാതെ നിങ്ങളൊരു ആയത്തോത നിങ്ങൾ അർത്ഥം വെക്കുക, അത് പറ്റൂല മുസ്ലിയാരെ. നിങ്ങൾ മുക്കല്ലിനീങ്ങളാ, നിങ്ങൾക്ക് അല്ലെങ്കിലേ ഓതാൻ പാടില്ല. പക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾ ചെയ്തത് നിങ്ങളെ മുജ്തഹിദീങ്ങളായി ഇമാമികളായി നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരൊറ്റ ഇമാമും പറയാത്തൊരർത്ഥം നിങ്ങളെ വകവെക്കുക. എന്നിട്ട് പറയാ തഖീദ് ചെയ്യണം, 4 മദ്ഹബിനപ്പുറത്ത് പോകാനും പാടില്ല. എങ്കിൽ പറയൂ, ആ 4 മദ്ഹബിലെ ഇമാമികളിൽ മുജ്തഹിദുകളായ ഏത് ഇമാമാണ് മുസ്ലിയാരെ ഈ ആയത്തിന് നിങ്ങൾ പനർത്ഥം വെച്ചത്? റഹ്മത്ത് എന്നതല്ല വായിക്കേണ്ടത്, അത് റഹ്മത്ത് എന്ന് വ്യാഖ്യാനമുണ്ട്, ഇസ്ലാം എന്ന് വ്യാഖ്യാനമുണ്ട്, ഖുർആൻ എന്ന് വ്യാഖ്യാനമുണ്ട്, ഹിദായത്ത് എന്ന് വ്യാഖ്യാനമുണ്ട്, മറ്റൊരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതല്ല ചോദിച്ചത്. നേരെ മറിച്ച് ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് എഴുതി വെച്ച ഒരു തഫ്സീർ, ഒരു ഹദീസ് ഗ്രന്ഥം, ഒരു ഫിഖ് ഗ്രന്ഥം അഹ്ലുസ് സുന്നയുടെ ആധികാരിക പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനെങ്കിലും
രേഖപ്പെടുത്തി വെച്ചത് നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതാണ് എന്ന് നിങ്ങൾ തുറന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും സമൂഹം മനസ്സിലാക്കുമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഉമർ മൗലവിയുടെ മഹത്വം പറഞ്ഞ സമയം കളയണ്ട. ഉമർ മൗലവി എഴുതിയത് 100% ഹക്കാണ്. അപ്പോൾ എന്ന് നിങ്ങൾ വായിച്ചല്ലോ, എപ്പോൾ എന്ന് പറഞ്ഞാൽ മതി, പ്രശ്നം അവസാനിക്കും. അതുകൊണ്ട് ശിർക്കാണ് എന്ന് എവിടൊക്കെ മുജാഹിദീങ്ങൾ എഴുതിയോ അവിടൊക്കെ കൃത്യമായ ബോധപൂർവം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ മൗലിദിന്റെ ഹുക്മ ചോദിക്കുമ്പോഴോ അത് ബിദ്അത്താണ്, അത് കറാഹത്തോ ഹറാമോ ആണ് എന്ന് ഇമാം ഫാക്കിഹാനി പറഞ്ഞ ശേഷമുള്ള പണ്ഡിതന്മാർ പറഞ്ഞ ഇബ്നു ഹാജർ മാലിക്കിയെ പോലെ വിശദീകരിച്ച ആ വിശദീകരണത്തിന്റെ സ്ഥാനത്തിൽ ഞങ്ങൾ പറയാറുമുണ്ട്. അത് തമ്മിൽ വൈരുദ്ധ്യമല്ല. ഇപ്പൊ മുമ്പ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ഫല്യഫറഹു എന്നല്ലേന് പല തഫ്സീറും ഉണ്ട്. അത് നബിയാണെന്നും അംഗീകരിക്കുന്നുണ്ട്, അത് റസൂലുള്ളയാണ് ഫല്യഫറഹു എന്ന് പറയുന്നതും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് നബിദിനാഘോഷത്തിന് തെളിവാണെന്ന് ഏത് ഇമാമാണ് പറഞ്ഞതെന്നാ ചോദിച്ചത്. മനസ്സിലല്ല പറഞ്ഞത്? എന്നാ മൗലവി പറയുന്ന ആദ്യ ഭാഗത്തിന്റെ കളവ്, റഹ്മത്ത് എന്നതിന് നബിയാണെന്ന് വ്യാഖ്യാനമുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് നബിദിനാഘോഷത്തിന് തെളിവാണെന്ന് എവിടെയാണുള്ളതെന്ന ചോദ്യം പിടിച്ചോ മൗലവി, ശരിക്കും ശ്രദ്ധിച്ചോളി. റഹ്മത്ത് എന്നിവ കൊണ്ടുള്ള ഉദ്ദേശം ഒന്നും കൂടി, ഈ ആയത്തിൽ പറഞ്ഞ ഫദ്ല്, റഹ്മത്ത് എന്നിവ കൊണ്ടുള്ള ഉദ്ദേശം നബിയാണെന്നാണ് ദുർവ്യാഖ്യാനിച്ച് സമർത്ഥിക്കുന്നത്. കണ്ടോ നിങ്ങള്? റഹ്മത്ത്, ഫദ്ല് എന്ന് പറഞ്ഞ ആ ആയത്തിൽ നബിയാണ് മുറാദ് എന്നത് ദുർവ്യാഖ്യാനം കൊണ്ട് ദുർവ്യാഖ്യാനിച്ച് ഇവർ സമർത്ഥിക്കുന്നു. നബിദിനാഘോഷം ഇസ്ലാമിക വീക്ഷണത്തിൽ സത്യസന്ദേശം, നുണസന്ദേശം എഴുതിവിട്ടതാ. സത്യസന്ദേശം എന്ന് പേരും വെച്ച് 2011 12 എഴുതിയത് പുസ്തകം. ശ്രദ്ധിച്ചോളൂ. അപ്പോ റഹ്മത്താണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഫൈസൽ മൗലവിയുടെ ഒരു പുതിയ അംഗീകാരം അതവിടെ വെച്ചളി. ഇതാ നിങ്ങൾ ദുർവ്യാഖ്യാനമാണെന്ന് എഴുതിയതിന്റെ ഒരു എക്സാമ്പിൾ. ആ ഫദലും റഹ്മത്ത് കൊണ്ടുള്ള മുറാദ്, ആ റഹ്മത്തിലെ മുറാദ് നബിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞ മൗലവി നേരത്തെ ഇവർ എന്താ എഴുതിയത്? അങ്ങനെ റഹ്മത്താണെന്ന് ദുർവ്യാഖ്യാനമാണ്. എങ്ങനെയുണ്ട്? എന്ന് രണ്ടാമത്തെ ശ്രദ്ധിച്ചോളൂ, മറുപടി പെൺമണിയായി പിടിച്ചോളൂ. ആ ആയത്ത് നബിദിനത്തിൽ തെളിവാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ പ്രമാണം എഴുതുമ്പോൾ ആലോചിക്കണം. നിങ്ങൾ എന്താ പ്രമാണം എഴുതിയത്? ഒന്നാം പ്രമാണം ഖുർആൻ. ഫല്യഫ്റഹൂ ഫബിദാലിക മൗലവി ഫൈസൽ മൗലവി ഇപ്പൊ അംഗീകരിച്ച നബിനെ കൊണ്ട് അല്ലേ, വബി റഹ്മത്തിഹി, റഹ്മത്താണെന്ന് ഫൈസൽ മൗലവി ഇപ്പൊ അംഗീകരിച്ചിരിക്കുന്നു. വബിദാലിക, ആ നബിനെ കൊണ്ട് ഫല്യഫ്റഹൂ, സന്തോഷിച്ചു കൊള്ളട്ടെ, സന്തോഷ പ്രകടനം നടത്തട്ടെ. അതാണ് ഞങ്ങൾ നബിദിനാഘോഷം എന്ന് പറഞ്ഞു നടത്തുന്നത്. ഇദ്ഹാറു ശുക്ർ, ഇദ്ഹാറുൽ ഫറഹ്, ഫല്യഫറഹു. ആയത്താണ് തെളിവ്. ശരിക്കും മനസ്സിലായിക്കോളി. ഇനി ഉമർ മൗലവിന്റെ പുസ്തകം ഗണ്ണിക്കും പോലെ ഒരു തമാശ കളിച്ചിവിടെ. ഗണ്ണനൊന്നും നടത്തിയിട്ടില്ല. ഞാൻ വായിക്കുന്ന ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. എന്റെ വായന അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കിടക്കുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. മലയാളം അറിയുന്നവർ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമാകാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. അപ്പൊ അതിന്റെ വരികളിലൊന്നും പ്രശ്നമില്ലെങ്കിൽ പോലും അത് ശിർക്കിന്റെ വരികൾ തന്നെയാണെന്ന് ഉമർ മൗലവി എഴുതിയതിന് ഏത് വാക്കാണ് ഖണ്ഡനമായി നിങ്ങൾക്ക് പറയാനുള്ളത്? അത് ശിർക്കിന്റെ വരിയല്ല എന്ന് പറയുന്ന ഒരു വരി അപ്പുറത്തുനിന്ന് വായിക്ക്, അപ്പോഴല്ലേ അതിന് ഖണ്ഡനമാവുക. ഇനി രണ്ടാമത്തെ സ്വഹാബത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ അവകാശമില്ല. നിങ്ങൾക്ക് ഔദാര്യമേ ഉള്ള അവകാശമില്ല എന്ന് ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാരിമി പറഞ്ഞതിനെ പറ്റി വിഷയാവതരണത്തിൽ ചോദിച്ചിരുന്നു. അത് പറയാൻ കാരണം ഇവിടെ വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നിലപാട് കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ പോലെയാണ്. സ്വഹാബത്തിന് ദീനിലുള്ള സ്ഥാനമെന്ന് പച്ചമലയാളത്തെ എഴുതിവിട്ടതിന് പുറമെ ഇതാ തവസ്സുൽ, നിങ്ങളെ നോക്കി ചിരിക്കുകയാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും സഹാബിയുടെ മാത്രം പ്രവൃത്തിയോ അഭിപ്രായമോ ഇസ്ലാമിൽ തെളിവായി സ്ഥിരപ്പെടുകയില്ലെന്നാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം. പിന്നെ നിങ്ങളോട് എന്തിനാണ് സഹാബത്തിന് തെളിവ് പറയുന്നത്? നിങ്ങൾക്കത് ചോദിക്കാൻ അവകാശമുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. കേരളത്തിലെ ദീനുള്ള മുസ്ലിയാക്കന്മാര് ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്ത് തെളിവല്ല എന്നത് നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ തുള്ളിക്കളിക്കുന്നുണ്ട്. ഇത്തരം എഴുത്തുകളാണ് നിങ്ങളെ 100 ഗ്രൂപ്പാക്കിയതെങ്കിൽ ഈ സംവാദത്തോടെ ഇനിയും നിങ്ങൾ ഗ്രൂപ്പാകുമെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയും ഗ്രൂപ്പാകും ഇൻഷാ അല്ലാഹ്. അതിന്റെ വഴിത്തിരിവാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം മൗലവി പറഞ്ഞു, ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞു അക്ക. ഞാൻ ഓരോന്നിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് 2 മറുപടി പറഞ്ഞിട്ടുണ്ട്. സമയം ബാക്കിയുള്ളതുകൊണ്ട് പറയാൻ. അക്ക ഹദീസ് ദഈഫാണ്. എവിടെന്നാ മൗലവി വന്നത്? നിങ്ങൾ എഴുതി പഠിച്ച പ്രസംഗം ഇവിടെ വന്ന് കാച്ചാൻ ശ്രമിച്ചു എന്നതാണ് സത്യം. അക്കന്റെ എല്ലാ സ്ഥലത്തും നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അക്ക എന്ന ഹദീസ് ഹസനാണ്. ലഈഫായ ചില സനദുകളുണ്ട്, എന്നാൽ ഹസനായ സനദുകളും അതിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ ഉദ്ധരിക്കുകയാണ്. വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് എത്തിനേറെ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു
തന്റെ തുഹ്ഫയിൽ ആ വിഷയം അതിന്റെ റിവായത്തുകൾ ബഹുമാനപ്പെട്ട മജ്മുഉ സവായിദിൽ ഇമാം ഹൈസമി കൊണ്ടുവന്ന അതിന്റെ റിവായത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഹസനായ റിവായത്തുമുണ്ട്. അതുകൊണ്ടാണ് ഹാഫിദു സുയൂത്തിയാണ് അത് തെളിവാക്കിയത്. ഹാഫിദു സുയൂത്തി, നിങ്ങളുടെ പുസ്തകത്തിൽ ഇമാം സുയൂത്തിയെ പറ്റി റളിയല്ലാഹു അൻഹു ഉമർ മൗലവി റഹിമഹുല്ലാഹ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നിങ്ങൾ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? ആ പുസ്തകത്തിൽ ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഇമാം സുയൂത്തിയെ പറ്റി റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഇമാം സുയൂത്തിയാണ് അതിനെ തെളിവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എന്റെ മറുപടി കൺക്ലൂഷൻ ചെയ്യുകയാണ്. മൗലവിയോട് പറയാൻ, നിങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യം, ഈ ഫല്യഫ്റഹു എന്ന ആയത്ത് അത് നബിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ അത് നബിനെ കൊണ്ട് നബിദിനം നടത്തണമെന്ന് തെളിവവിടെ? ഞങ്ങൾ പറയുന്നു നബിയാണ് ആ റഹ്മത്ത് കൊണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് ദുർവ്യാഖ്യാനമാണെന്ന് നിങ്ങൾ പരസ്പരം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊരു ഉദാഹരണം മാത്രം ഞാനിവിടെ പറഞ്ഞതാണ്. ആ ഫല്യഫ്റഹു കൊണ്ട് നബിയുടെ മേൽ ജന്മദിനാഘോഷം അഥവാ നബിയുടെ ജനനം കൊണ്ട് സന്തോഷിക്കണമെന്നതിന് തെളിവ് ആയത്ത് തന്നെയാണ്. ഫല്യഫ്റഹു ആയത്ത് തന്നെയാണ് തെളിവ്. ഫല്യഫ്റഹു സന്തോഷിച്ചോളൂ. ഒന്നാം പ്രമാണമായി ഇവിടെ എഴുതിയിട്ടുള്ളത് ഖുർആനാണ്. അതുകൊണ്ട് ഖുർആനാണ് തെളിവ്. ഇനി രണ്ടാമതായി അദ്ദേഹം പറയുന്നു എന്താണ് ബിദ്അത്ത്. മൗലവി ഇവിടെ ബിദ്അത്തിനെ വിശദീകരിച്ചു. നിങ്ങൾക്കറിയുമോ ആരാണ് ബിദ്അത്തിനെ ഇങ്ങനെ വിശദീകരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥത്തിൽ തന്നെ തന്റെ വാക്കുമായി ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹു തന്റെ മനാഖിബ് ശാഫി എന്ന ഗ്രന്ഥത്തിൽ ഇമാം ശാഫിയുടെ ഉദ്ധരണിയായി ഉദ്ധരിക്കുകയാണ്. ലോകത്തെ സർവ്വ ഇമാമുകളും ഇബ്നു തൈമിയ്യയെ ഈ കൗലെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് മഹാനവർ പറയുന്നത്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അഹ്ൽ മുഹ്തസാത്തു മിനൽ ഉമൂരി ലർബാനി, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാതെ പിന്നീട് വരുന്ന കാര്യങ്ങൾ തന്നെ രണ്ട് വിധമുണ്ട്. എന്താണത്? ഹദീസാണ് പറയാം. എവിടെ മുസ്തേ തഫ്സീർ? തഫ്സീർ എവിടെ? തഫ്സീറാണ് ചോദിച്ചാൽ നിങ്ങളെ തൊള്ളപടായില്ല. നിങ്ങളെ ആയത്തോല എന്നിട്ട് ഒന്നാം പ്രമാണം ഖുർആന്. എന്നാ കുരുവല്ലാഹ് ഓതിക്കോളി, യാസീൻ ഓതിക്കോളി, തബാറക്ക് ഓതിക്കോളി. അത് മരിച്ചോടത്ത് മാത്രം ഓതാളല്ല, ഇവിടെ ഓതാളതാ. അത് ഓതി നിങ്ങൾ തെളിയിക്കി. അത് ശരി, ആയത്ത് ഓതിയാൽ മതിയോ? നിങ്ങൾ ദുർവ്യാഖ്യാനമാണുള്ള വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. കൊണ്ട് ബഷീർ ഞാൻ പറഞ്ഞു ഇലാ യൗമിൽ ഖിയാമ, നീ വേണേ അത്തവാസി എംടി മാറി കയറിക്കോളി, പക്ഷേ കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ ആര് കയറിയാലും ശരി പച്ചയായി ദുർവ്യാഖ്യാനിക്ക് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല ആയത്തിനെ നിങ്ങളെ വക വ്യാഖ്യാനിച്ചിട്ട് ഇപ്പൊ പറയാ ഞാൻ ആയത്തോതി ആയത്ത് ആർക്കോതി കൂടെ? നിങ്ങൾ ആയത്ത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന മനുഷ്യന്മാരല്ലേ? കേൾക്കണ്ടോ ആയത്തോടാൻ പ്രയാസം? അതുകൊണ്ട് ഓതിയാ പോരാ, ആയത്ത് നിങ്ങൾ വെച്ച അർത്ഥാണ് എവിടെയാ കിട്ടിയില്ല, അതാ പറയേണ്ടത്. ഏത് തഫ്സീറാണുള്ളത്? അതുകൊണ്ട് ഞാൻ എന്റെ പേർക്ക് സ്പെഷ്യൽ തന്നത് ഈ മുഫസ്സിർ വേണമെന്നില്ല, മുഹദ്ദിസ് മതി, ഫഖീഹ് മതി, അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഇമാമ് മതി എന്ന് പറഞ്ഞല്ലോ. എന്റെ ഇല്ലാത്തത് ലക്ഷക്കണക്കിന് കിതാബില്ലേ, അട്ടിക്കൊണ്ട് വെച്ചാൽ മതി. ഇടുക്കിക്കൊണ്ട് വായിക്ക്. എന്താണ് വിചാരിച്ചത്? അട്ടിക്ക് വെക്കുക. എന്നാ സമാധാന കൗമിന് ആ കാലം കഴിഞ്ഞു മുസ്ലിയാരെ. അതുകൊണ്ട് നിങ്ങൾ വായിക്ക്. നിങ്ങൾ പറഞ്ഞ ആയത്തിന് ഏത് തഫ്സീറാണ് നിങ്ങൾക്കുള്ളത്? അപ്പൊ റഹ്മത്താന്നുള്ള അർത്ഥം ദുർവ്യാഖ്യാനിച്ചു എന്ന് ഷാഫി സ്വലഹീന ദുർവ്യാഖ്യാനിച്ച് സമർത്ഥിച്ചു. എന്താ സമർത്ഥിച്ചത്? ഈ സമർത്ഥിച്ചത് റഹ്മത്താൽ ദുർവ്യാഖ്യാനിച്ച് സമർത്ഥിക്കുക. എന്ത്? നബിദിനം ആഘോഷിക്കാൻ തെളിവാ സമർത്ഥിക്കുക. അതായി പറഞ്ഞത്. അത് ശരിയാണ്, നിങ്ങൾ സമർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ദുർവ്യാഖ്യാനം സമർത്ഥിക്കുന്നുണ്ട്. അതിനർത്ഥം റഹ്മത്തിന് നബിന് അർത്ഥമില്ലല്ലോ. നേരെ മറിച്ച് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് എവിടെയാ ഉള്ളത്? ഇന്ന് വൈകുന്നേരം വരെ ഈ ചോദ്യം ആവർത്തിക്കും. ഇത് കഴിഞ്ഞാൽ മനുഷ്യന്മാർ സാധാരണക്കാര് നിങ്ങളോട് നാളെ മുതൽ വീട്ടിൽ വന്ന് ചോദിക്കും, അല്ല ഉസ്താദേ അന്ന് കൊടുക്കണല്ലോ എന്ന്. അതുകൊണ്ട് മറുപടി പറയണം. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു. ഏതായിരുന്നാലും നിങ്ങൾ കേസിന്റെ ബുക്ക് എടുത്തല്ലോ, KP മുഹമ്മദിന്റെ പുസ്തകം എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഒരു സ്വഹാബിന്റെ വാക്ക് തെളിവല്ല എന്ന വാക്കാ വായിച്ചത്. ഇവിടെ ചോദിച്ചത് ഒരു സ്വഹാബിയല്ല, ഏതെങ്കിലും ഒരു സ്വഹാബി ഉണ്ടോന്നാ ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്വഹാബി അതാ പറഞ്ഞത്. നേരെ മറിച്ച് വ്യക്തമായി വന്ന നസ്സിനെതിരെ ഒരു സ്വഹാബി ചെയ്താൽ അത് ഹുജ്ജത്താണോ അല്ലേ? നിങ്ങൾക്ക് തർക്കണ്ട വിഷയത്തിൽ അതല്ല മുസ്ലിരെ വായിക്കേണ്ടത്. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ നാട് നീളെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ 4 ഖലീഫമാരുടെ പേര് ശുദ്ധമായ കളവുകൾ. അവർ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചുവെന്ന്, ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിൽ ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് ഹസൻ ബസ്രി പറഞ്ഞുവെന്ന്. ഇങ്ങനെ നിങ്ങൾ സ്വഹാബത്തിന്റെ പേരിൽ, താബിഈകളുടെ പേരിൽ, തമിഴ് താബികളുടെ പേരിൽ നാട് നീളെ പ്രചരിപ്പിക്കുന്നു. ഈ റബീഉൽ അവ്വൽ വ്യാപകമായി നമ്മളത് കണ്ടു. എങ്കിൽ ഒന്നുകൾ ശരി, അല്ലെങ്കിൽ നിങ്ങൾ ശരിയല്ല എന്ന് പറയണം. ശരിയാണെങ്കിൽ അത് സനദ് സഹിതം നിങ്ങൾ വായിക്കണം.
സനത് മുടിക്ക് മാത്രമല്ല, മറ്റേ ചങ്ങാതി കച്ചവടത്തിന് മുടി കൊണ്ടുവന്നപ്പോ നിങ്ങൾ സനതും ചോദിച്ച് പിന്നാലെ കൂടി. അതുകൊണ്ട് ആ സനത് ഇതിലും ആവശ്യമുണ്ട്. നിങ്ങൾ ഒന്നുകിൽ സനതടക്കം വായിച്ച് പറഞ്ഞു തരിക. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു തരിക, ഉമർ ഖത്താബ് പറഞ്ഞു തരിക, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു തരിക, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു തരിക റളിയല്ലാഹു അൻഹും. അതേപോലെ താബിഈങ്ങൾ, ഹസൻ ബസ്രി താബിഈങ്ങളെ കുറിച്ച് നിങ്ങൾ കളവ് പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ ആധികാരികമായ പ്രസിദ്ധീകരണങ്ങളിൽ ദർസിലെ കിതാബിൽ പോലും അതിൽ ചില ഭാഗങ്ങൾ സ്ഥാനം പിടിച്ചുവല്ലോ. അതുകൊണ്ട് അത് എവിടെയാണുള്ളത്? ഒന്നുകിൽ അത് ശരിയല്ല, ഞങ്ങൾ അറിയില്ല, അത് കളവാണ് എന്ന് സമൂഹത്തോട് തുറന്നു പറയുക. അതല്ലെങ്കിൽ സനദടക്കം വായിക്കുക. സ്വഹീഹ് തന്നെ വേണമെന്നില്ല, അസല്ലി വൈരിഹി മതി, അസല്ലി ലാത്തിഹി മതി, സ്വഹീഹി വൈരിഹി മതി. ഇർഫാനിക്ക് മനസ്സിലാവും. കാരണം വ്യവസ്ഥയിൽ ഇപ്പോ സ്വഹീഹ ഹദീസ് എഴുതാ എന്തോ ഒരു ബേജാണെന്നല്ലോ. ഹൈ സ്വഹീഹ് എഴുതണ്ട, ഹദീസിൽ എഴുതിയാൽ മദീന. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വഹീഹോ ഹസനോ ലി വൈരിഹോ ലി ലാത്തിഹോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഇർഫാനി ലി ലാത്തിഹി തന്നെ അത് വായിക്കണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഒന്നുകിൽ സനദടക്കം വായിക്കുക, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് സമൂഹത്തോട് തുറന്നു പറയുക. ഒരുപാട് പള്ളികളിൽ നിങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഖുലഫാഇന്റെ പേരിൽ, സ്വഹാബത്തിന്റെ പേരിൽ, താബീങ്ങളുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു. ഉമർ ഉമറിന്റെ ബുക്ക് വായിച്ചപ്പോ, നേരത്തെ വായിച്ചപ്പോ അപ്പോൾ വായിച്ചു, ഇപ്പോഴോ അപ്പോഴും കട്ടു കക്കല്ല മുസ്ലിയാരെ. അതുകൊണ്ടേക്കും കക്കും പഠിപ്പല്ലാത്തത്. അതുകൊണ്ട് കക്കാൻ പറ്റൂല, നിങ്ങൾ തൊട്ട് മേലെന്ന് വായിക്കണം. എപ്പോഴാന്ന് പറഞ്ഞിട്ടുണ്ട്. മൗലവി ഉമർ മൗലവിന്റെ പുസ്തകത്തിൽ നിന്ന് അപ്പോൾ എന്ന് ഇപ്പോൾ വിട്ടു എന്നാ അയാൾ പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? വായിക്കൂ, ധൈര്യമുണ്ടെങ്കിൽ വായിക്കൂ. ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ അപ്പോൾ എന്ന് പറഞ്ഞ ആ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കൂ. എന്താ ഉള്ളത്? എന്താ നിങ്ങൾക്ക് വായിക്കാനൊരു പേടി? എന്റെ വിഷയാവതരണത്തിൽ ഉമർ മൗലവിയുടെ ആശയധാരയെ ഖണ്ഡിക്കുന്ന ആയത്ത്, ഹദീസ്, പ്രമാണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ആദ്യമായി കേൾക്കുന്ന മൗലവിമാർ ആ പ്രമാണം കൊണ്ട് ഞങ്ങളുടെ ഉമർ മൗലവി പരാജയപ്പെടുമെന്ന ഭീതിയിൽ അത് പേടിക്കാതെ വായിക്കാൻ പേടിക്കുന്നു. എന്താ നിങ്ങൾ വായിക്കാത്തത്? എന്നാ അപ്പോഴൊന്ന് വായിക്ക്. ഉമർ മൗലവി അവിടെ എന്താണെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് വായിക്ക്. ധൈര്യമുണ്ടെങ്കിൽ വായിക്ക്, ധൈര്യമെങ്കിൽ വായിക്ക്. എന്താണ് ഇയാളെ ചോദ്യം? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു. ഇതിന് ഖുർആന്റെ ആയത്തുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. എന്ന് പറയണേ, ഖുർആന്റെ ആയത്ത് തെളിവ് അതുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഇതിന് തഫ്സീർ ഉണ്ടോ എന്നാ ഞാൻ ചോദിക്കട്ടെ. പ്രമാണം എന്താണ്? നമ്മൾ തമ്മിലുള്ള പ്രമാണം എന്താണ്? ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഈ നാലാലൊരു പ്രമാണത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇനി അത് സമ്മതിക്കാൻ മറ്റൊന്നുകൂടി കൂട്ടും. നിങ്ങൾ മൻഹജു സലഫ് എന്ന് പറഞ്ഞിട്ട് പുതിയ അഞ്ചാമത് ഉണ്ടായിക്കോളെ, അതിന് ഞങ്ങൾ സമ്മതിക്കണമെന്നോ? എന്നാൽ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു എന്ന് പറഞ്ഞ് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശ്യം അത് റസൂലാണെന്ന് ഞങ്ങൾ ഇവിടെ നിങ്ങളെ മുമ്പിൽ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ ഫൈസൽ മൗലവിയോട് പറയട്ടെ, ഞങ്ങളെ മുമ്പിൽ നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. നിങ്ങൾ എന്താ പറഞ്ഞത്? അത് റസൂലാണെന്ന്. എന്താ ഈ പുസ്തകത്തിലുള്ളത്? ഇത് SS ചങ്ങരീരിയുടെ പുസ്തകമല്ലേ? ഇതിലെന്താ ഉള്ളത്? ഫദ്ല്, റഹ്മത്ത് എന്നിവ കൊണ്ടുള്ള ഉദ്ദേശ്യം നബിയാണെന്നാണ് ദുർവ്യാഖ്യാനിച്ച് സമർത്ഥിക്കുന്നത്. അത് ദുർവ്യാഖ്യാനിച്ച് സമർത്ഥിക്കാണ് എന്നാണ്. ഇത് ദുർറുൽ മൻസൂർ പറഞ്ഞത് ദുർവ്യാഖ്യാനമാണ്, റൂഹുൽ മാനിയിൽ പറഞ്ഞത് ദുർവ്യാഖ്യാനമാണ്, ബഹറുൽ മുഹീത്തിൽ പറഞ്ഞത് ദുർവ്യാഖ്യാനമാണ്. നിങ്ങളുടെ ഖോജയായ റഷീദ് റിള തഫ്സീറുൽ മനാറിൽ പറഞ്ഞത് ദുർവ്യാഖ്യാനമാണ് എന്ന് ഞങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾ എഴുതി വിട്ടത് പൊളിച്ചടുക്കിയിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞെന്താ? ഞങ്ങൾ സമ്മതിച്ചു. ഇവിടെ ഇത് റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം നബിയാണെന്നുള്ളത് ദുർവ്യാഖ്യാനാണ് പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം. അടുത്തേക്ക് നിങ്ങൾ കണ്ണടച്ചിട്ടൊന്നുമില്ലല്ലോ, കാണിച്ചു തരണോ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഫൽയഫ്റഹു എന്ന് സമ്മതിച്ചോ? അതെന്താ സമയത്ത്? പിന്നെ തഫ്സീറുണ്ടോ? ഇവര് നമ്മൾ ആശൂറാന്റെ തെളിവ് പറഞ്ഞു, അഖീഖത്തിന്റെ തെളിവ് പറഞ്ഞു. അത് നമ്മളല്ലേ പറഞ്ഞത്, ഇമാമുമാരാ പറഞ്ഞത്. അപ്പൊ ഇവർ പറയും അത് നമ്മൾ സ്വീകരിക്കൂല, ഇമാമുമാര് പറഞ്ഞാൽ അപ്പൊ സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ ആയത്തോടിയാൽ ഇമാമുമാര് വേണമെന്ന്. ഈ പരിപാടി ഞങ്ങൾ മുമ്പിൽ നടക്കൂല. നിങ്ങൾ ഒന്നിനെ ഉറച്ചു നിൽക്കണം. ആയത്തോടിയാ പറയും ഇമാമുമാര് വേണം, ഇമാമുമാര് പറഞ്ഞാൽ പറയും അത് ആയത്ത്, അത് ഇമാമുമാര് പറഞ്ഞ് സ്വീകരിക്കൂല. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്? നിങ്ങളുടെ ഉസൂൽ എന്താണ്? നിങ്ങളുടെ അടിസ്ഥാനപരമായ നിലപാടും നയവും ഞങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കണം. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അദ്ദേഹത്തിന് ആ ചോദ്യത്തിനൊന്നും യാതൊരു പിന്നെ നമ്മൾ മുഖല്ലിദീങ്ങളല്ലേ? ഞങ്ങൾ മുഖല്ലിദീങ്ങളായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ ഇമാമുമാർ കൃത്യമായി പറഞ്ഞു നബിദിനാഘോഷം പുണ്യകർമ്മമാണ്, നബിദിനാഘോഷം ശിർക്കല്ല. നിങ്ങള് ശിർക്കാണ്. നിങ്ങൾ എന്താ പറഞ്ഞ ഗദ്യപദ്യങ്ങളിൽ ശിർക്കിന്റെ വരികളുണ്ട്, ഫജുദിയാ റസൂലുണ്ട്, അതുകൊണ്ട് ശിർക്കാണ്. ഈ കൊല്ലത്തെ നബിദിനാഘോഷം ശിർക്കാണ്, ഇതൊക്കെയല്ലേ പറഞ്ഞത്? എന്നാൽ എല്ലാ കൊല്ലത്തെയും നബിദിനാഘോഷം അതിലൊരു കുഴപ്പമില്ലെങ്കിലും ശിർക്കു തന്നെയാണ്.
ഇസ്ലാഹ് മാസിക 2008 മാർച്ച് മാസത്തിൽ എഴുതി. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന പുസ്തകത്തിൽ ഉമർ മൗലവി എഴുതി. അതുപോലെ തന്നെ ഓർമ്മയുടെ തീരത്തെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ ഓളങ്ങൾ എടുത്തുകൊണ്ട് എഴുതി വിട്ടതിൽ അദ്ദേഹം ഇതാരോപിച്ചു എന്ന് പറയാം. അപ്പോൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ വായിച്ചില്ല എന്നതിന് എപ്പോൾ എന്താണ് അവിടെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമോ? എന്താണുള്ളത് പറയട്ടെ. പൊരുത്തത്തിന്റെ കാര്യം, പൊരുത്തവും പ്രീതിയും തൃപ്തിയുടെ കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്കത് വളരെ വ്യക്തമായി ചർച്ച ചെയ്യാം. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്ത് ഹസനത്തിന് ആയത്തുണ്ടാവില്ല എന്നാ വിചാരം. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാല്? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഒരു സംഗതി നിഷിദ്ധമായ വർജിതമായ ബിദ്അത്താവാൻ 2 നിബന്ധന വേണം. അത് അള്ളാന്റെ റസൂലാ പറഞ്ഞത്. 1, അത് മുഹ്ദസത്തായിരിക്കണം. 2, അതിന് തെളിവില്ലാത്തതായിരിക്കണം. അപ്പൊ അത് ആ ഹദീസ് പിടിച്ചുകൊണ്ട് സഫ്താസാനി പറഞ്ഞു, ഷാഫി ഇമാം പറഞ്ഞു, ഇമാം നവവി പറഞ്ഞു, അനേകം പണ്ഡിതന്മാർ പറഞ്ഞു. അവരൊക്കെ പറഞ്ഞെന്താ അവരൊക്കെ പറഞ്ഞത്? തെളിവ് ബിദ്അത്ത് ഹസനത്തിന് തെളിവുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞ തെളിവ് ഉദ്ധരിച്ചത്. പിന്നെ ഇവര് പറഞ്ഞ എന്താണെന്ന് വെച്ചാല് ഹസൻ ബസരി പറഞ്ഞതിന് സഹീഹായ സനദുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ വിശാദത്തില് ഒരുപാട് ഇമാമികളുടെ പേര് പറഞ്ഞ സയ്യിദുൽ ബക്കരി ഇയാനത്ത് താലിബിൻ മുസന്നിഫ് അല്ലേ? അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അത് ഉദ്ധരിച്ചത്, ഞങ്ങളുടെ ഇമാമുമാർ അത് ഉദ്ധരിച്ചത് അത് തെളിയിക്കപ്പെട്ട ഒരു അമലിനെ ചെയ്യാനാണ്. എന്താണ് പറഞ്ഞത്? തെളിയിക്കപ്പെട്ട ഒരു ആചാരത്തിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ധരിച്ച അല്ലെ മുതാബഅത്തിന്റെ ഷാഹിദായി പറയുന്ന എത്ര കാര്യങ്ങൾ സഹീഹുൽ ബുഖാരിയിലുണ്ട് അല്ലെ? എത്ര കാര്യങ്ങൾ സഹീഹ് മുസ്ലിമിലുണ്ട്? അപ്പൊ ഹസൻ ബസരിയുടെ സംഭവം ഞങ്ങളല്ല ഉദ്ധരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഞങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടി തർലിയത്ത് ചൊല്ലിക്കൊണ്ട് ഇവിടെ അവതരിപ്പിച്ച ഇമാമുകളുടെ കൂട്ടത്തിൽപ്പെട്ട പല ഇമാമുമാരും, ആ കൂട്ടത്തിൽ സയ്യിദുൽ ബക്കരി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇആനത്തു താലിബീനിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാറ്റും പോയി അല്ലെ? ഇനി അടുത്ത ചോദ്യം ആലോചിക്കാൻ മൂപ്പര് വൈക്കം വന്ന് കാണുങ്ങനെ ആലോചിക്കുക. അടുത്ത ചോദ്യം ആലോചിക്കാണ്. നിങ്ങളുടെ ഉമർ മൗലവിയ പറഞ്ഞ ഒരു കുഴപ്പമില്ലെങ്കിലും ശിർക്കാണ് അല്ലെ? ഒരു കുഴപ്പവുമില്ലെങ്കിലും ശിർക്കാണ് എന്ന് പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു. അപ്പോൾ എന്നത് വായിച്ചില്ല. എന്നാ പിന്നെ അവിടെ എന്താണുള്ളതൊന്ന് വായിക്ക്. ധൈര്യണ്ടെങ്കിൽ മൗലവി ഒന്ന് വായിക്കും. മഞ്ഞക്കളറിട്ട് അടയാളപ്പെടുത്തിയ പോരാ, വായിക്കണം. വെറും മഞ്ഞയായ പോരാ, വായിക്കണം. കിതാബിലുള്ളത് മഞ്ഞാന്നാ പറഞ്ഞോട്ടോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്നുള്ള ആയത്ത് ഞങ്ങൾ അവതരിപ്പിച്ചു. ഹഖീഖത്തിന്റെ ഹദീസ് എന്റെ മുസ്ലിം 2 വരി കട്ട് വായിച്ചെങ്കിൽ ബാക്കി വായിക്കാൻ വയ്യേ? അപ്പൊ ബാക്കി ഞങ്ങൾ വായിക്കണം എന്നാ. ഞങ്ങൾ വായിക്കണം. അപ്പോൾ നമ്മൾ കട്ടിട്ട് ബാക്കി നിങ്ങൾ വായിക്കാം. ഈ ബാക്കി നിങ്ങൾ വായിച്ചോളി. ചോദ്യ സമയത്ത് ചോദിച്ചോളി, അപ്പൊ വായിച്ചേക്കാം. ചോദ്യ സമയത്ത് നിങ്ങൾ ചോദിക്കി അതിന് മേലെ എന്താ ഉള്ളത്, അപ്പോൾ എന്താ ഉള്ളത്, അപ്പൊ വായിച്ചാൽ നിങ്ങളും പറയും എന്നാ ശിർക്കന്നെയാണ് കേട്ടോ. ഇത് കാരണമായി സംഗതി ചൊറുക്കുള്ളതല്ല, സംഗതി ശിർക്കാറ്. അതുകൊണ്ട് ഉമർ മൗലിന്റെ നിങ്ങൾ രക്ഷപ്പെടൂല. നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചോദിക്കി, അപ്പൊ ഇൻഷാ അല്ലാഹ് വായിപ്പിച്ചല്ല. ഇപ്പൊ 4 മിനിറ്റ് വായിച്ചു തീർക്കാനുള്ളതല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കാനുള്ളതാ. അപ്പൊ ഏതായിരുന്നാലും തഫ്സീറില്ല. അപ്പൊ മുപ്പ് സമ്മതിച്ചു, തഫ്സീറില്ല. പിന്നെ എന്തിനാ ദുറുൽ മൻസൂർ പറഞ്ഞത്? പിന്നെ എന്തിനാ പറഞ്ഞത്? റഹ്മത്ത് നബി എന്ന് പറയുന്നത് തഫ്സീറല്ലേ? റഹ്മത്ത് നബിയിലാണ്, അത് തഫ്സീറല്ലേ? അത് ഖുർആനിലുള്ള അത് തഫ്സീറല്ലേ? അപ്പൊ തഫ്സീർ പറ്റൂലേ? മുസ്ലിം ദുർവ്യാഖ്യാനിച്ച് തൗബ ചെയ്തോളി റബ്ബിനോട് തൗബ ചെയ്യ്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് സ്വന്തം അർത്ഥം വെച്ചിട്ട് ഇപ്പൊ പറയാ തഫ്സീർ എന്താ തഫ്സീർ? പ്രമാണം ഖുർആനല്ലേ? ആ ഖുർആൻ നിങ്ങളെ വക അർത്ഥം വെച്ചാൽ പറ്റൂല, ഞങ്ങളെ വക അർത്ഥം വെച്ചാലും പറ്റൂല. അർത്ഥം വെക്കേണ്ടവർ വെക്കണം. അതുകൊണ്ടാ പറഞ്ഞത് അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു ഇമാമ് ഈ ആയത്തിന് ഇത് നബിയുടെ ആഘോഷം തെളിവാണ് എന്ന് എഴുതി വെച്ചത് ഇലാ യൗമിൽ ഖിയാമ ഇർഫാനി കഴിഞ്ഞില്ല, എംതിക്കും കഴിഞ്ഞില്ല, ബാക്കിയുള്ള കേൾക്കാനും കഴിയൂല. അതുകൊണ്ട് അതിവിടെ ഉറച്ചിരിക്കുന്നു, തഫ്സീർ ഇല്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക. ഈ ആയത്തിന് തെളിവാക്കാൻ പറ്റൂല. പിന്നെന്താ? ബിദ്അത്താവാന് 2 അസ്ല് വേണമെന്ന, ആ 2 പ്രകാരം ബിദ്അത്താണെന്ന. ഒന്നെന്താ? ഇത് മുഹ്ദസത്താവണമെന്ന, പിൽക്കാലത്ത് ഉണ്ടായതാകണം. പിൽക്കാലത്ത് ഉണ്ടായതല്ലേ? നിങ്ങൾ എഴുതിയിട്ടില്ലേ? നിങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ലേ പിൽക്കാലത്ത് ഉണ്ടായതാന്നുള്ളത്? അതല്ലേ അഹ്ദസഹു അൽ ബത്വാലൂന, ചില വിഡ്ഢികളായി പുതിയതായിട്ട് ഉണ്ടാക്കിയതാ. അഹ്ദസഹു മൻ അഹ്ദസ ഫീ അംരിനാ, ഇവിടെ പറഞ്ഞു അഹ്ദസഹു. അപ്പൊ ആ ശരിയായി. 2 തെളിവില്ലാതെ കിടന്ന. തെളിവ് എന്താ ഉള്ളത്? ഈ ആയത്തല്ലേ? നിങ്ങൾ തൊള്ളല്ലേ ആയത്തിന് അർത്ഥം വെച്ചത്? തഫ്സീറില്ലല്ലോ, അത് തെളിവുമില്ല. ആ 2 അസുപ്രകാരം അത് പൊളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യമോ, ഖുലഫാ റാഷിദീങ്ങളുടെ പേരിൽ, താബിഈങ്ങളുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ കളവ് എന്താ നിങ്ങൾ പറഞ്ഞത്? അത് മുതാബഅത്തിന് പറഞ്ഞതാണ്. മുതാബഅത്തിന് പൊള്ളറിയാന്നുണ്ടോ? അങ്ങനെ മുതാബഅത്തിന് പൊള്ളറിയാന്ന്. മുതാബഅത്തിനും വേണ്ട മുസ്ലിയാരെ സനദ്. ആ സനദ് ചിലപ്പോൾ എന്റെ പ്രസിഡന്റ് കുഴപ്പമില്ലെന്നുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് സ്വഹീഹ് വേണമെന്നില്ല. സ്വഹീഹ് വേണമെന്നില്ല. അസല്ലി രാത്തിഹി മതി, അസല്ലി വൈരിഹി മതി, സ്വഹീഹി വൈരിഹി മതി, വേണ്ട ദഈഫ് മതി.
ലഈഫ് മതി. നിങ്ങൾ ലഈഫായ സനദ് വായിക്കി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു മൗലിദ് കഴിച്ചു എന്നതിന്, കഴിക്കാൻ പഠിപ്പിച്ചുവെന്നതിന് ഒരു ലഈഫായ സനദ് വായിക്കാൻ കഴിയോ? കഴിയൂല മുസ്ലിയാരെ. അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ പേര് നിങ്ങൾ കളവ് പറയല്ല, സമൂഹത്തോട് തുറന്നു പറയേ. അതുകൊണ്ട് എന്റെ മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു നബിദിനാഘോഷമുണ്ട്, അതിന് കൂലി കിട്ടും, അത് സുന്നത്താണ്, പക്ഷെ നല്ല വിധേയത്താണ്, എന്നാലും സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നു, ഹിജറ 1 മുതൽ 100 കഴിഞ്ഞ് 200 കഴിഞ്ഞ് 300 വരെയുള്ള കാലഘട്ടം അതാരാ? ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആ 3 തലമുറകളിൽ 3 നൂറ്റാണ്ടുകൾ ജീവിച്ച ഏതെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരു മഹാന്, സലഫുസ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാളെങ്കിലും, നാല് മദ്ഹബിലെ ഇമാമിയങ്ങളോ ഹദീസ് പണ്ഡിതന്മാരോ ഫുഖഹാക്കളോ സഹാബത്തോ താബിഈകളോ അടക്കമുള്ള 3 നൂറ്റാണ്ടിലെ ആരെങ്കിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും നടത്തിയത് കാണിക്കാനാകുമോ? ഏതെങ്കിലും ഒരാള് ഹിജറ 300 ജീവിച്ച, ഹിജറ 1 മുതൽ 300 വരെ ജീവിച്ച 3 നൂറ്റാണ്ടിലെ മഹത്തുക്കളായ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയുടെ ഒരാള്, നീ ഇമാമ് വേണമെന്നില്ല, ഏതെങ്കിലും ഒരാള് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശം നിർവഹിച്ചത് സ്വഹീഹായക്ക് അവിടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സനദോടുകൂടി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? ഇവിടെയും ഇളവ് തരാം. സ്വഹീഹ് തന്നെ വേണമെന്നില്ല, ഹസനായാലും മതി, ജൈമ ബേജാറാകണ്ട, ലഈഫായാലും മതി, എന്നാലും കുഴപ്പമില്ല. ഈ ആൻതോലിബിൽ ഉണ്ടെന്ന് കാര്യമില്ല, അതിലും സനദില്ല. ഇതാ ഈ ആൻതോലിബിൽ അതിലും സനദില്ല. അതുകൊണ്ട് ആർക്കും പറഞ്ഞൂടെ? നിങ്ങൾ ഇവിടെ എല്ലാം പറയുന്നുണ്ട്. മൂപ്പർ ചോദിക്കുന്നത് ഫല്യപ്രഹു എന്താ ഫല്യപ്രഹുവിന്റെ അർത്ഥം? നിങ്ങൾ കരഞ്ഞോളൂന്നാ? ഫല്യപ്രഹുവിന് അർത്ഥം ഉണ്ടല്ലോ. ഫല്യപ്രഹു എന്താ അർത്ഥം? നിങ്ങൾ കരഞ്ഞോളൂ. അത് റസൂലുള്ളാഹിനെ പറ്റിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഫബിദാലിക റസൂലുള്ളാഹിനെ കൊണ്ട് ഫല്യപ്രഹു, നിങ്ങൾ കരഞ്ഞോളൂ എന്നാണോ അർത്ഥം? മൗലവി ചിന്തിക്ക്, എന്തായി ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? എന്താ ചോദിക്കുന്നത്? കുറെ നേരമായി ഫൈസൽ നിൽക്കുന്ന, ഇപ്പൊ പിടിച്ചിരുത്തിയിട്ടുണ്ട് ആളുകൾ. മനസ്സിലായിട്ടുണ്ട് സംഗതികളൊക്കെ. ആലോചിച്ചോളൂ, ഇനി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഫല്യപ്രഹു എന്നതിന് ഏതെങ്കിലും ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോന്നോ? ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് ഇമാമുകൾ പറഞ്ഞോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശം. അക്കാൻ നഫ്സിഹി എന്ന ഹദീസും ആഷുറായിന്റെ ഹദീസും ഇമാമുകൾ പറഞ്ഞ തെളിവുദ്ധരിക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയുന്ന ആളുകൾക്ക് പിന്നെ ഇമാമിങ്ങളുടെ ചോദിക്കാൻ അവകാശമില്ല. ഇനി ഇമാമിങ്ങൾ പറഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്? ഹസനുൽ ബസരി പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നാള് പറഞ്ഞു എന്ന് റബീഉൽ അവ്വലിന്റെ നബിദിനത്തിന്റെ മഹത്വം പറയുന്നത് എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഇമാമിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ചോദിക്കുന്ന ഇമാമിങ്ങൾ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഉമർ മൗലവിന്റെ അപ്പോൾ നിന്ന് വായിച്ചില്ല. ഞങ്ങൾ പറഞ്ഞ ഒന്നും കൂടി ശരിക്കും ക്ലിയർ ചെയ്യണം ആ വിഷയം. ഉമർ മൗലവി പറയുന്നു, ഗദ്യപദ്യ വരികൾക്കിടയിൽ ശിർക്കില്ലെങ്കിൽ പോലും ആ ആഘോഷം നബിദിനാഘോഷ ശിർക്കാണ് എന്ന് കൃത്യമായി എഴുതി. അതിനപ്പുറത്ത് അപ്പോൾ എന്നുള്ള കട്ടുവെന്നാണ്. എന്താണ് ഈ അപ്പോൾ എന്ന് ഞങ്ങളോടല്ല പറയേണ്ടത്. അതിനെതിരുണ്ടെങ്കിൽ നിങ്ങളാ വായിക്കേണ്ടത്, അല്ലേ? അതിനെതിര് വല്ലതുണ്ടെങ്കിൽ നിങ്ങളല്ലേ വായിക്കേണ്ടത്? നിങ്ങൾക്കറിയില്ലേ? സാമാന്യ വിവരം നിങ്ങൾക്കില്ലാതെ പോയോ? വബി റഹ്മത്തിഹി എന്ന് റസൂലുള്ളാഹിനെ പറ്റി, റസൂലുള്ളയാണ് എന്ന് അർത്ഥം പറയുന്നത് ദുർവ്യാഖ്യാനമാണെന്ന് നിങ്ങൾ ഒരു പുസ്തകം ഞങ്ങൾ വായിച്ചു. എല്ലാം കൂടി വായിച്ചാൽ നിങ്ങൾ അപ്പാടി ഇവിടെ ബേക്കിൽ ഇവിടെ ബഹളം ടൈപ്പുമല്ലോ. ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് കള്ളമാണ് എന്ന് എഴുതി ഒരു പുസ്തകം വായിച്ചപ്പോ മൂപ്പര് പിന്നെ കൊണ്ടിടില്ല. നിങ്ങൾ എഴുതിയ കളവിതാ 2 പിടിച്ചിരിക്കുന്നു. ഇനി മൗലവിയുടെ വളരെ കൃത്യമായി മൗലവി ചോദിക്കുകയാണ്, മുമ്പുള്ള ആരെങ്കിലും നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ? 2 മറുപടി ശരിക്കും ശ്രദ്ധിച്ചോളൂ. 2 മറുപടി. ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇമാം കെ മൗലവിയോട് ചോദിക്കണം. കെ മൗലവി റഹിമഹുല്ലാ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ കെ മൗലവി റഹിമഹുല്ലാ എന്ന് നിങ്ങൾ പറയില്ലേ? ഇതാ അവർ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. എന്താണത്? റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്ത് വരുമ്പോൾ മുസ്ലിമീങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കേണ്ടത് അവരോടാണ്. ഇനി രണ്ടാമത്തത്, നിങ്ങളുടെ വ്യവസ്ഥയിലെ വാദത്തിലുണ്ടതിന് മറുപടി. എന്താ നിങ്ങൾ വാദത്തിൽ പറഞ്ഞത്? റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേക പ്രത്യേകം കൽപ്പിക്കാതെ റബീഉൽ അവ്വൽ മാസത്തിലോ മറ്റുള്ള മാസത്തിലോ നബിദിനാഘോഷം നടത്തൽ ബിദ്അത്തല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ആര് നടത്തിയിട്ടാണ് നിങ്ങൾ സുന്നത്താണ്, ബിദ്അത്തല്ല എന്ന് നിങ്ങൾ പറയുന്നത്? റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിക്കുമ്പോഴാണ് അത് ബിദ്അത്ത് എന്ന് നിങ്ങൾ പറയുമ്പോൾ പ്രത്യേകത കൽപ്പിക്കാതെ ബിദ്അത്തില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ
അല്ലാത്ത മാസത്തിലും നബിദിനാഘോഷം നടത്തിയാൽ ബിദ്അത്തില്ല, സുന്നത്താണെന്ന് അതുകൊണ്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ പറയുന്നത്? അതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ നിങ്ങളുടെ വാദത്തിൽ തന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ട് മൗലവി. വളരെ കൃത്യമായി ആലോചിക്കേണ്ടതായിരുന്നു. എഴുതുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള നബിദിനാഘോഷം ബിദ്അത്താണെന്നാണ് നിങ്ങൾ വാദത്തിൽ എഴുതിയിട്ടുള്ളത്. ഞങ്ങളുടെ വാദം നിങ്ങൾ തൊട്ടിട്ടില്ലല്ലോ. വാദത്തിന് മറുവാദം എഴുതണ്ടേ? റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നത് ശിർക്കാണെന്നും മുജാഹിദുകൾ വാദിക്കുന്നുണ്ട് എന്നും ആ വാദം തെറ്റാണെന്നും ഞങ്ങൾ പലതവണ നിങ്ങളെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ കുതിരയോടി ഒടുവിൽ പ്രവർത്തകർ ഞങ്ങളുടെ മുമ്പിൽ കുടുങ്ങിയപ്പോൾ ആ വാദം എഴുതാതിരുന്നത് അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല എന്ന് പാവപ്പെട്ട പ്രവർത്തകർ മനസ്സിലാക്കിയതുകൊണ്ടല്ലേ? കമ്പിലുള്ള പ്രവർത്തകർ അതിന് സാക്ഷിയല്ലേ? ഇവിടെ മൗലവി പറയാ ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ മൗലവിന്റെ പുസ്തകം ഉദ്ധരിച്ചു, അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാന്ന് പറയണം? നിങ്ങൾ പറയും. അതിനെതിരെ ആ പുസ്തകത്തിൽ എവിടെയെങ്കിലും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കോത്, എന്നിട്ട് തെളിയിക്ക്. അതല്ലേ വേണ്ടത്? അതല്ലേ മലയാളം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മലയാളം തിരിയില്ല, ഒരു പുണ്ണാക്കും തിരിയില്ല എന്ന് വളരെ കൃത്യമായി ഇവിടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഫല്യഫ്റഹൂ എന്ന ആയത്ത് നിങ്ങൾ പ്രമാണത്തിൽ ഒന്നാമത് എഴുതിയത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ വചനത്തിൽ പറയുന്നു ഫല്യഫ്റഹൂ, നിങ്ങൾ കരയണം എന്നല്ല, ഫല്യഫ്റഹൂ സന്തോഷിച്ചോളൂ എന്നാണ്. വബിറഹ്മതിഹി, ആ റഹ്മത്ത് കൊണ്ടുള്ള മുറാദ് നബിയാണെന്ന് പറയുന്നത് ദുർവ്യാഖ്യാനമാണെന്ന് നിങ്ങൾ കൊട്ടക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിയത് ഒന്നിവിടെ വായിച്ചപ്പോൾ തന്നെ ബബ്ബബിയായിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു അത് റഹ്മത്ത് നബി തന്നെയാണെന്ന്. ഫൈസൽ മൗലവി പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു. ഇവിടെ വിഷയം തീർന്നിരിക്കുകയാണ്. വബിറഹ്മതിഹി, റസൂലുള്ളാഹിനെ കൊണ്ട്, ഫബിദാലിക, അതുകൊണ്ട് തന്നെ ഫല്യഫറഹു, സന്തോഷിച്ചോളൂ. ഇനി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണ് ബിദ്അത്ത്? മൻ അഹദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ബിദ്അത്താകാൻ രണ്ട് ഷർത്താണ് ഹബീബായ നബി ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അഹദസഹു, അത് മുഹ്ദസാണ്. അൽ ബത്താലൂന എന്ന് പറഞ്ഞതൊക്കെ പറയുന്നത് ആരാ പറഞ്ഞത്? ആ വാചകം ഉദ്ധരിച്ച ഇമാം സുയൂത്തി. നിങ്ങൾ ചോദിച്ചല്ലോ, ഇമാമിങ്ങൾ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചല്ലോ. ആ ഇമാം സുയൂത്തി നിങ്ങളിവിടെ വായിച്ച അവതരണത്തിലും വായിച്ച ഇമാം സുയൂത്തി അതിന് ആയത്തി ഓരോ ഹർഫം ബി ഹർഫം മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാണ് ശരിക്കും കട്ടിട്ടുള്ളത്. എന്താണ് ബിദ്അത്ത്? മൻ അഹദസ ഫീ അംറിനാ ഹാദാ, ദീനിൽ ഒരാൾ പുതുതാക്കി ഉണ്ടാക്കിയാൽ അതെല്ലാം കൂടി തള്ളപ്പെടണമെന്നല്ല. മാ ലൈസ മിൻഹു, നാലാലൊരു പ്രമാണത്തോട് എതിരാകുന്നത്, 4 പ്രമാണത്തിനോടും അസറിനോടും എതിരാകുന്നത്, ആ എതിരാകുന്നതാണ് ബിദ്അത്താകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്? എന്താ പറഞ്ഞത്? വൽ മുഹ്ദസാത്തുൽ അർബാനി, പുതുതായി ഉണ്ടാക്കിയത് 2 വിധമുണ്ട്. എവിടെ മുസ്ലിയാരെ തഫ്സീർ? എവിടെ തഫ്സീർ? സുയൂത്തി പോലും ഈ ആയത്ത് ഓതിയിട്ടില്ല. ഏത് ഇമാമിന്റെ കിതാബുകൾ വായിച്ചാലും ശരി, ആ ഇമാം ഒന്നും ഈ ആയത്ത് തെളിവാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് ദാരിമിമാരുടെ, ഫൈസിമാരുടെ, സമസ്തക്കാരുടെ ദുർവ്യാഖ്യാനം തന്നെ. അല്ലെങ്കിൽ ധൈര്യം നിങ്ങൾ വായിക്കും മുസ്ലിയാരെ. ഒരു തഫ്സീർ എന്താ വായിക്കാൻ കഴിയാത്തത്? എത്ര അട്ടിക്കച്ചു പോരാത്ത കമ്പ്യൂട്ടർ കൊണ്ട് തപ്പിക്കോളി. ഇത്ര ബാക്കിലാണ് തപ്പാറ്. എന്താ തപ്പിട്ട് കിട്ടുന്നില്ലേ? എത്ര സമയം തപ്പി നോക്കണ്? കിട്ടൂല മുസ്ലിയാരെ, കിട്ടൂല. നിങ്ങൾ പുതിയ തഫ്സീർ എഴുതിണ്ടാക്കേണ്ടി വരും. എന്തിനേറെന്നറിയോ? റഹ്മത്തുള്ളാഹി ഖാസി പരിഭാഷയിൽ ഇപ്പോ ആ പരിഭാഷയിൽ പോലും പറഞ്ഞെന്താ? ഇത് ഖുർആനാണ്. അതുകൊണ്ട് ഫല്യഫ്റഹു എന്താ? ഖുർആന് പ്രകാരം ജീവിക്കണമെന്നാണ്. എന്നാ നിങ്ങളെ ഖാസിമി പണ്ട് പുറത്താക്കി ഇപ്പൊ അകത്താക്കിയ ഖാസിമുണ്ടല്ലോ, അയാൾ എഴുതിയില്ല. അതുകൊണ്ട് അതെങ്കിലും ഒന്ന് വായിച്ചൂടെ? എവിടില്ല മുസ്ലിയാരെ, നീ തപ്പണ്ട, നിർത്താൻ പറഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ അല്ല എന്താ KM മൗലവി അൽമുർസല്, ഇങ്ങനത്തെ അൽമുർസലി കോപ്പിയല്ലേ? ഇത് അൽമുർസലി ഒറിജിനലാ. നിങ്ങൾ വായിക്കി. ഇതൊന്നും കാണാതെ നിങ്ങൾ വന്നത്, നിങ്ങൾ കോപ്പിടുത്താ വന്നത്. ഇത് മുഴുവൻ കണ്ടോ? അൽമുർസലി എന്തല്ല ഏതല്ല അറിഞ്ഞോ? അത് മുഴുവതിലുണ്ട്. ഉമർ മൗലവി വായിച്ച പോലെ തന്നെ ഇതും നിങ്ങൾ പകുതി വായിച്ചോ നിർത്തി. ധൈര്യണ്ടോ ബാക്കി വായിക്കാന്? വേണം, നമ്മൾ അതിനോട് സമ്മാനം വെക്കുക. അൽമുർസലി ഫുള്ള് വായിക്കാൻ പറ്റോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നതാണ്. അതുകൊണ്ട് കഴിയുമെന്നൊക്കെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ബാക്കി നിങ്ങൾ വായിച്ചോളീനാ. ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ച സമയം ചോദിച്ചോളി, അപ്പൊ ഞങ്ങൾ വായിച്ചുതരാ. വേണ്ട, നിങ്ങളെ കൊണ്ടിനെ വായിപ്പിക്കും. അതുകൊണ്ട് ഇത് ദുർവ്യാഖ്യാനം തന്നെയാണ്, സംശയമില്ല. ആയത്തിന് സ്വന്തം അർത്ഥം വെച്ചു. 2 ഖലീഫമാരുടെ പേര് നിങ്ങൾ കളവ് പറഞ്ഞു. സനദ് ഇല്ല. ഞാൻ അവസാനം പറഞ്ഞല്ലോ, ലഈഫായ സനദെങ്കിലും ഇല്ല. അതുമില്ല. കണ്ടത് വ്യാജമുടി. എന്തൊരു വ്യാജായത്? ഇത് എന്റെ വ്യാജമായത്? സനദില്ലാത്തോണ്ടല്ലേ വ്യാജമായത്? എങ്കിൽ
നിങ്ങൾ ദാറുദ്ദീൻ ഇറക്കിയ എന്നതുപോലെ ഈ ആയത്തിൽ നിങ്ങൾ വിശദീകരണം വ്യാജ വിശദീകരണം. വ്യാജ ഇർഫാനിന് പറയുന്നില്ല, വ്യാജ MT പറയുന്നില്ല, വ്യാജ വിശദീകരണം. അത് ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വായിക്കി. അതുകൊണ്ട് ഇമാമിങ്ങളുടെ പേരിൽ, ഖലീഫമാരുടെ പേരിൽ, 4 ഖുലഫായിന്റെ പേരിൽ നിങ്ങളില്ലാത്തത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സുയൂത്തി അർഫം ബിഹർഫ് പറഞ്ഞോണ്ടെന്ന് കാര്യം മുസ്ലിയാരെ ധൈര്യമുണ്ടോ? ഒക്കെ നമുക്ക് പരിശോധന വിധേയമാക്കാം. അതുകൊണ്ട് 3 ചോദ്യം ചോദിച്ചു, മൂന്നാമത്തിന് ഒരു മറുപടി ഇല്ല. അതെന്താ? ആദ്യ 3 നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരാളുടെ ഒരു ഉത്തരണി പറയാമോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? എന്താ വിദേഹത്ത്, എന്താ നിർവചനം? അത് ചോദിക്കാൻ പറ്റുന്നുണ്ട്, അപ്പൊ പറയാം, അപ്പൊ തന്നെ പറഞ്ഞു തീർക്കണ്ട. അതുകൊണ്ട് അതോടെ വെച്ചാളി. ഇനി 4ാമത്തെ ചോദ്യം നല്ലോണം ശ്രദ്ധിച്ചോളി. 3 മറുപടി വന്നിട്ടില്ല. പ്ലസ് 4ാമത്തെ ചോദ്യം നിങ്ങൾ എഴുതിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ. ഈ റബീഉൽ അവ്വൽ മാസം 12 പ്രത്യേകത ഉണ്ട് എന്ന് തന്നെ. എന്ത് പ്രത്യേകത? ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് പറഞ്ഞു. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് പറഞ്ഞു. 2 പെരുന്നാൾ കഴിഞ്ഞാൽ 3ാമത്തെ പെരുന്നാളാണ് എന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങൾക്ക് 3 ആഘോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ആഘോഷമാണെന്ന് പറഞ്ഞു. എന്താ തെളിവ്? ആയത്തുണ്ടോ ഹദീസുണ്ടോ? ആയത്തുണ്ടോ ഹദീസുണ്ടോ? അതേ ചോദിച്ചിട്ടുള്ളൂ, മറ്റേ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ലൈലത്തുൽ ഖദറിന് ആയത്തുണ്ട്, അല്ല സൂറത്ത് തന്നെയുണ്ട്. അപ്പൊ അതിനേക്കാൾ മഹത്വമുള്ളതിനോ 2 സൂറത്തുണ്ടാകണം, വേണ്ട, ഒരു ആയത്ത് മതി. അതേപോലെ ബൈബിളിനാളുണ്ട്, ഹദീസുണ്ട്. എവിടെ? ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, തുർമുദിലുണ്ട്, അബൂദാവൂദ്, നസായിലൊക്കെ ഉണ്ട്. എന്നതുപോലെ ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരായത്ത് റബീഉൽ അവ്വൽ മാസം 12 ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് പറയാൻ, അതല്ലെങ്കിൽ 3ാമത്തെ ആഘോഷമാണെന്ന് പറയാൻ ആയത്തുണ്ടോ ഹദീസുണ്ടോ? പിന്നെ ഫല്യഫ്റഹു എന്ന് പറഞ്ഞാൽ കരയണതാണോ? ആണെന്ന് നിങ്ങൾ പറഞ്ഞു. നബാത്തി ഖുത്ബയിൽ നിങ്ങൾ പറയാ എന്താ? വയ്യുദം ഏത് കണ്ണാ കരയാതിരിക്കുക? ഏത് കണ്ണാ കരയാതിരിക്കുക? MT കരയുന്നില്ലായിരിക്കാം, ഇർഫാനി കരയുന്നില്ലായിരിക്കാം. പക്ഷേ മിമ്പർ മുതൽ നിങ്ങൾ ചോദിക്കുക ഏത് കണ്ണാ കരയാതിരിക്കുക? അപ്പൊ അങ്ങനെ അർത്ഥം നിങ്ങൾ വന്നിരുന്നത്. ആയിക്കോട്ടെ, വിഷയം അതല്ല. അതുകൊണ്ട് നിങ്ങൾ ആയത്തിൽ നിങ്ങൾ വെച്ചത് ദുർവ്യാഖ്യാനമാകുന്നു. 4 ഖലീഫമാർ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു. 3 നൂറ്റാണ്ടിലെ ഒരാളും ചെയ്തിട്ടില്ല എന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. 4ാമത്തെ ചോദ്യം ഇതിനേക്കാൾ പുണ്യമാണെന്ന് പറയാൻ. ഇപ്പോ അവസാനം 3 ചോദ്യം കഴിഞ്ഞപ്പോ ഖുത്ബ മക്കാരത്തില് എന്താ ഖുത്ബ വായിച്ചിട്ട് നിങ്ങൾ അർത്ഥം വെച്ചത്? കരയാതിരിക്കുക എന്നതിനർത്ഥം കണ്ണീര് ഒലിപ്പിച്ച കണ്ണീരൊലിപ്പിച്ചിട്ടില്ലാത്ത കണ്ണേതാണ്? മാദിക്ക് മുതാരിന്റെ അർത്ഥം വെക്കുന്നത്. ചാടിപ്പോയ പോരാ, മാദിയായ ഫീലിന് മുസ്തഖ്ബിലിന്റെ അർത്ഥം വെക്കാൻ നിങ്ങൾക്ക് ഏത് അറബി ഗ്രാമറാണ് നിങ്ങൾ മുന്നിലുള്ളത്? ഗ്രാമർ കൊണ്ട് തെളിയിക്കണം. അറബി തിരിയില്ലെങ്കിൽ, സാഹിത്യം തിരിയില്ലെങ്കിൽ നമ്മളോട് ചോദിച്ചു പഠിച്ചോ? പറഞ്ഞുതരാ. അപ്പൊ എന്താ പറഞ്ഞത്? ഉമർ മൗലവി ഞങ്ങൾ വായിക്കൂല, നിങ്ങളെ കൊണ്ട് വായിക്കാൻ കഴിയൂല. ഉമർ മൗലവി പറഞ്ഞതെന്താ? ഉമർ മൗലവി അയാളുടെ പുസ്തകത്തിൽ പറയുകയാണ്. ഉമർ മൗലവി അയാളുടെ പുസ്തകത്തിൽ പറയുകയാണ്, വരികൾക്കിടയിലുള്ള ശിർക്കല്ല, മറിച്ച് നബിദിനാഘോഷം തന്നെ ശിർക്കാണ്. അത് ശരിയാണ്. ഇതിപ്പോ പറയാണ്. എന്താ പറയുന്നത്? അതിന്റെ മുമ്പ് ഞങ്ങൾ വായിക്കൂല, ഞങ്ങളത് വായിക്കൂല, ഞങ്ങൾ കൊണ്ട് വായിക്കും. ആ പറഞ്ഞതിനെതിരായിട്ട് അതിന്റെ മുമ്പുണ്ടെങ്കിൽ വായിക്ക് ധൈര്യമുണ്ടെങ്കിൽ വായിച്ചാൽ നിങ്ങൾ പൊട്ടും. കാരണം പൊരുത്തത്തിന്റെ കാര്യത്തെ കുറിച്ചായിരിക്കും പറയാൻ ഉദ്ദേശിച്ചുണ്ടാകുക. അതിന് ആയത്ത് കൊണ്ട്, ഹദീസ് കൊണ്ട്, നിരവധി തെളിവുകളെ കൊണ്ട് എന്റെ വിഷയാവതരണത്തിൽ ഖണ്ഡിച്ചിട്ടുണ്ട് എന്നുള്ള ആ വ്യക്തമായ ബോധ്യവും ധാരണയും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പുതിയൊരു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുണ്ട്, നബിദിനത്തിന് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുണ്ട് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ഷാഫിഈ മദ്ഹബിന്റെ ഇമാം അബ്ദുൽ ഹമീദ് ഷർവാനിയിൽ, അദ്ദേഹത്തിന്റെ ഷർവാനിയിൽ കാണാം, ബുസ്റൽ കരീമിൽ കാണാം, അതുപോലെ ഷാഫി മദ്ഹബിന്റെ മറ്റ് കിതാബുകളിൽ കാണാം. എന്താണ് കാണുന്നത്? ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യം അന്ന് റസൂൽ ജനിച്ച ആ രാത്രിക്കുണ്ട്. മാത്രമല്ല, നിങ്ങളെ KM മൗലവി എന്താ എഴുതിയത്? KM മൗലവി പറയാം ഏറ്റവും മഹത്തായ ദിവസമാണ് ഈ നബി ജനിച്ച ദിവസം. KM മൗലവി പറയുകയാണ്, കണ്ടോ എന്താ പറയുന്നത്? ഏറ്റവും മഹത്തായ ഈ ദിവസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജനനം ഉണ്ടായത്. ഏറ്റവും മഹത്തായ എന്ന് രേഖപ്പെടുത്തിയത് നിങ്ങൾ തന്നെയാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ ആ രാവിലെ പുണ്യം
ഉണ്ട് എന്നുള്ളത് ഷാഫി മദ്ഹബിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് മദ്ഹബിന്റെ കിതാബുകൾ പറഞ്ഞ വിഷയമാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ശരീരത്തിലുണ്ട്, അത് മദ്ഹബിന്റെ കിതാബുകൾ പറഞ്ഞ വിഷയമാണ്. എവിടെയാ തഫ്സീർ എന്നാണ്. അതിനാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഇമാമിയങ്ങളെ തെളിവ് പറയുമ്പോൾ പറയും ഇമാമിയങ്ങൾ ഞങ്ങൾക്ക് സ്വീകാരം പറയും, ആയത്ത് ഓതുമ്പോൾ പറയും ആയത്ത് പറ്റൂല ഇമാമിയങ്ങൾ വേണമെന്ന് പറയും. നിങ്ങൾ ഇമാമിയങ്ങളെ സ്വീകരിക്കുന്നവരാണോ ഇമാമിയങ്ങളെ തള്ളുന്നവരാണോ? അതിന്റെ നിലപാട് വ്യക്തമാക്കണം. പിന്നെ പറഞ്ഞു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു എന്ന ആയ കൊണ്ട് ഉദ്ദേശം മുഹമ്മദ് നബിയാണ്. അത് മുഹമ്മദ് നബിയാണ് എന്ന് പറയുന്നത് ദുർവ്യാഖ്യാനമാണ് എന്ന് നിങ്ങൾ തന്നെ മുമ്പ് എഴുതിയത് ഞാനിവിടെ വായിച്ചു, ഞങ്ങൾ വായിച്ചു. അതിനെക്കുറിച്ച് ഫൈസൽ മൗലവിക്ക് കാമാ പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു എന്ന് പറഞ്ഞതിലുള്ള റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം മുഹമ്മദ് നബിയാണ് എന്നുള്ളത് ദുർവ്യാഖ്യാനമാണ് എന്ന് നിങ്ങൾ എഴുതിയില്ലേ? എന്ത് അതിനെപ്പറ്റി ഇപ്പം ഉണ്ടായിരുന്നത്? ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പ്രതികരിച്ചില്ല? നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ അനുയായികളെ പറഞ്ഞു പഠിപ്പിച്ചതും ഞങ്ങളുടെ മുഖാമുഖത്തിൽ നിങ്ങളുടെ അനുയായികൾ ഞങ്ങളോട് ചോദിക്കുന്നതും എന്താണ്? ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് മുഹമ്മദ് നബിയാണ് എന്ന് വല്ല തഫ്സീറിലുമുണ്ടോ എന്ന് ചോദിച്ചത് ദുർവ്യാഖ്യാനമാണെന്ന് നിങ്ങളുടെ അനുയായികൾക്കിടയിൽ പറഞ്ഞു പ്രചരിപ്പിച്ച നിങ്ങൾ ഇപ്പൊ പറയുന്നു അത് ദുർവ്യാഖ്യാനമല്ല, നല്ല വ്യാഖ്യാനം തന്നെയാണ്. പിന്നെ പറഞ്ഞു അതിന് ഏത് തഫ്സീറിലാണുള്ളത്? ഫല്യഫറഹു എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു കൊള്ളട്ടെ എന്നല്ലേ? അല്ലേ? ഫല്യഫറഹു കരഞ്ഞു കൊള്ളട്ടേനാ സന്തോഷിച്ചു കൊള്ളട്ടെ എന്നല്ലേ? സന്തോഷിച്ചു കൊള്ളട്ടെ അറിയുമ്പോൾ മുമ്പ് കണ്ണീരൊൽപ്പിക്കാം. സന്തോഷിക്കുമ്പോഴാ കണ്ണീരുണ്ടാകുക. ആഹ്ലാദിക്കണം എന്ന് പറഞ്ഞത് കെ എം മൗലവിയാണ്. ഏറ്റവും മഹത്തായ ദിവസം എന്ന് രേഖപ്പെടുത്തിയത് കെ എം മൗലവിയാണ്. നിങ്ങളെ നേതാക്കന്മാരാ, ഓലോട് സനതണ്ടിരിക്കും. പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾ ഖലീഫമാരുടെ പേരിൽ കളവ് പറഞ്ഞു എന്നാ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഇയാനത്ത് ത്വാലിബിലും മറ്റ് കിതാബുകളിലും ഉള്ളത് ഇമാമുകൾ തയ്യീദിന് വേണ്ടി പറഞ്ഞതാണ്. അടിസ്ഥാനപരമായി തെളിയിക്കപ്പെട്ട ഒരു ആചാരത്തിന് തയ്യീദിന് വേണ്ടി പറഞ്ഞ കാര്യമാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്, അടിസ്ഥാന തെളിവായി പറഞ്ഞ കാര്യമല്ല. 12-നേക്കാൾ പ്രത്യേക പുണ്യം, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രത്യേക പുണ്യം 12-ന് ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയത്, ആ 12-നെ കുറിച്ച് രേഖപ്പെടുത്തിയത് ഫിഖ്ഹിന്റെ കിതാബുകളുണ്ട്. മാത്രവുമല്ല ഏറ്റവും മഹത്തായ ദിവസം എന്ന് ഞങ്ങളല്ല, നിങ്ങളുടെ കെ എം മൗലവി അൽ മുർഷിദിലാണ് രേഖപ്പെടുത്തിയത്. അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഫൈസൽ മുസ്ലിയാർ ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഇദ്ദേഹം ആ ആയത്തിന് അർത്ഥം പറ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു. റഹ്മത്താകുന്ന മുഹമ്മദ് നബിയെ കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന്. പിന്നെ അത് ഏത് തഫ്സീറാണ്? നിങ്ങൾ പറഞ്ഞല്ലോ പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ നബിദിനാഘോഷം സുന്നത്താണല്ലേ നിങ്ങളുടെ വാദത്തിലുള്ളത്? പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ നബിദിനാഘോഷം സുന്നത്താണെന്നല്ലേ? അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? അപ്പോ പ്രത്യേകം തന്നെ റബീഉൽ അവ്വലിന്റെ ആഘോഷ പരിപാടികൾ നടത്തണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാരാ, നിങ്ങളുടെ അൽമുർഷിദ്. പിന്നെ അൽമുർഷിദ് മുഴുവൻ വായിക്കണം എന്ന് പറഞ്ഞാൽ 300 പേജുള്ള അൽമുർഷിദ് ഇങ്ങനെ വായിക്കണം, അത് മുഴുവൻ വായിക്കണം 6 മിനിറ്റ് കൊണ്ട്. ഞങ്ങൾ പറഞ്ഞു, എന്റെ വിഷയാവതത്തിൽ ഞാൻ പറഞ്ഞു, അൽമുർഷിദിൽ പറയുന്നു റബീഉൽ അവ്വൽ പവിത്രമാണ്, ആ ദിവസം ഏറ്റവും മഹത്തായ ദിവസമാണ്, അതിന്റെ മജ്ലിസ് പുണ്യ സദസ്സാണ്, അതിൽ പങ്കെടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അത് ലോകം ആഘോഷിക്കുന്നതാണ്, നാമും ആഘോഷിക്കേണ്ടതാണ്, ഞങ്ങൾ ആഘോഷിക്കുന്നു എന്ന വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൽ വഈഫ് മൗദൂഉം വായിക്കാൻ പാടില്ല, അറബി മാത്രമായി ചുരുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങളും അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ വായിക്കാൻ വേണ്ടി പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഞങ്ങൾ ഈ പറഞ്ഞതിനോട് ഏതിനോടാണ് എതിരുള്ളത്? അല്ലെ? നബിദിനാഘോഷം പുണ്യകർമ്മമാണ് എന്ന് അദ്ദേഹം പറയുന്നു, പവിത്ര മാസമാണെന്ന് പറയുന്നു, അതിനെ സ്വാഗതം ചെയ്യണമെന്ന് പറയുന്നു. നിങ്ങളുടെ കെ എം മൗലവിയുടെ അൽ മുർഷിദ്, അതിനുള്ള ഈടുറ്റ ലേഖനങ്ങൾ ഇന്നും നിത്യപ്രസക്തങ്ങളല്ലേ? ചോദ്യം തീർക്കണ്ട, ഉച്ചക്കേശ ആവശ്യം ഉണ്ടാവും. എല്ലാ ചോദ്യം ഇപ്പൊ ചോദിച്ചിടാ ബേജാറില്. ഇപ്പൊ ചോദ്യമാണോ മറുപടിയാണോ പ്രസംഗമാണോ ഒന്നും മൂപ്പങ്ങനെ പിടുത്തല്ല. ഉച്ചക്കേശം ചോദ്യം ആവശ്യം വരും, പിന്നെ വേറെ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് അത് നിർത്തിക്കാലം ഒക്കെ നമുക്ക് വായിക്കാം. അപ്പൊ ഏതായാലും നീ കരയണ്ട, പക്ഷെ കണ്ണീർ ഒഴിപ്പിച്ചാൽ മതി. അത് നമ്മൾ തിരുത്തരുത്. ശരി, കരയല്ല വേണ്ടത്, കണ്ണീർ ഒഴിപ്പിക്കുക. ഈ വാടി മൂപ്പര് പറയും സന്തോഷം കൊണ്ട് കണ്ണീർ ഒഴിക്കൂലേ? നബിയുടെ വഫാത്ത് കാരണം സന്തോഷാണോ? അപ്പൊ ഏതായിരുന്നാലും മുസ്ലിയാരെ മിമ്പറിനൊക്കെ പറയാ, ജനങ്ങളെ കരഞ്ഞോളീൻ, പുറത്തിറങ്ങി പറയാ, അല്ല ആഘോഷിക്കണം. ഈ വൈരുദ്ധ്യ ഞങ്ങൾ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ തഫ്സീർ പറഞ്ഞിട്ടില്ല,
പറയുകയില്ല, പറയാൻ സാധിക്കുകയുമില്ല. സമസ്ത ഒന്നാകെ വന്നാലും ശരി ഈ ചെറിയ ഞങ്ങളുടെ മുമ്പിൽ പോലും കഴിയില്ല എന്ന് ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ നിങ്ങൾ ആ ദുർവ്യാപാരം മുസ്ലിം കൈകളുടെ മുമ്പിൽ അവതരിപ്പിക്കരുത് എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. 4 ഖലീഫമാരുടെയും താബഈങ്ങളെയും നിങ്ങൾ പറഞ്ഞത് തഅയീദിന് വേണ്ടിയാണ് ഇപ്പോഴും പറഞ്ഞത്. ഞാൻ ചോദിച്ചല്ലോ, തഅയീദിന് വേണ്ടി കളവ് പറയാൻ പറ്റുമെന്നുണ്ടോ? അതാ കിട്ടേണ്ടത്. തഅയീദിനാണെങ്കിലും വേണ്ട മുസ്ലിയാരെ, അതല്ല ഞാൻ ഇപ്പോൾ ചുരുങ്ങിയത് ദഈഫ് മതി, നിങ്ങൾ അതുകൊണ്ട് അതെങ്കിലും കൊണ്ടിരിക്കുക. ഞങ്ങൾ ദഈഫ് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദഈഫെങ്കിലും കൊണ്ടിരി, അതും കഴിയില്ല. അതാ ഞാൻ പറഞ്ഞ 4 ഖലീഫമാരോ ഹസൻ ബസരിയോ ജുനൈദുൽ ബഗ്ദാദിയോ ഇബ്രാഹിം അൽ കർഖിയോ അടക്കമുള്ള ആരുടെ പേരിൽ നിങ്ങൾ ഈ ആയത്തിൽ വെച്ചത് അത് ശുദ്ധമായ കളവ് തന്നെയാണ്. അതല്ലെങ്കിൽ ദഈഫായ സനദെങ്കിലും വായിക്കൂ, ദഈഫായ സനദെങ്കിലും വായിക്കൂ. സാധ്യമല്ല മുസ്ലിയാരെ, വായിക്കാൻ കഴിയില്ല. 3ാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, ആ ഭാഗത്തേക്ക് ഇപ്പോഴില്ല. ഹിജ്റ 1 മുതൽ 300 വരെയുള്ള ഖൈറുന്നാസി ഖർനി എന്ന് പറഞ്ഞ ഉത്തമ തലമുറകൾ അവർക്ക് എന്റെ യൂനിസിൽ ആയത്ത് മനസ്സിലായിട്ടില്ല എന്നാണോ? അവർക്ക് ഈ റഹ്മത്ത് മനസ്സിലായിട്ടില്ല എന്നാണോ? അവർക്ക് സ്നേഹമില്ല എന്നാണോ? അവരാരെങ്കിലും ഹിജ്റ 1 മുതൽ 300 വരെ ജീവിച്ച സ്വഹാബത്തും താബിഈങ്ങളും തമിഴ് താബിഈം അടക്കമുള്ള ആരെങ്കിലും ഒരാളിൽ നിന്ന് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്ന ചോദ്യം കേൾക്കുന്ന പോലുമില്ല. ഇപ്പൊ MT ഉത്തരം പറയേണ്ടതുണ്ട്, പറയാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെ കിതാബിലുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. 4ാമത്തെ ഞാൻ ചോദിച്ചു, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണെന്ന് പറയാൻ ആയത്തുണ്ടോ ഹദീസുണ്ടോ? അപ്പൊ ഷെർവാനി പറയാൻ വേണ്ടില്ല, ഖൈർവാനി പറയാനും വേണ്ടില്ല, ആയത്തിന് ലോധി അതാ വേണ്ടത്. ഷെർവാനിയുടെ തൊഷിയുണ്ട്, അതെന്തല്ലാണ്ട് അതൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? നേരെ മറിച്ച് ആയത്തുണ്ടോ ഹദീസുണ്ടോ അതാ പറയേണ്ടത്. ലൈലത്തുൽ ഖദ്റിന് ആയത്തുണ്ട്, സൂറത്തുണ്ട്, അതേപോലെ 2 പെരുന്നാൾക്ക് ഹദീസുണ്ട് എന്നതുപോലെ ഈ 3ാമത്തെ പെരുന്നാളിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ? ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമായതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ? മഹത്തായ ദിവസം കേമോലിന്റെ മഹത്തായ ദിവസം സംശയമുണ്ടോ? തിങ്കളാഴ്ച മഹത്തായ ദിവസമല്ലേ? ആർക്കാ സംശയമുള്ളത്? അതല്ല മുസ്ലിയാരെ വേണ്ടത്. ഇപ്പൊ കേമോലിന്റെ മദ്ഹബ് കൂടാൻ നോക്കിയാൽ തരക്കില്ല, രക്ഷ കിട്ടും. ഏതായിരുന്നാലും 4ാമത്തെ ചോദ്യം ചോദിക്കുന്നു. ഈ 4 ചോദ്യം നിലർന്നുകൊണ്ട് 5ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ നബി തങ്ങൾ റഹ്മത്താണ് എന്നും റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്നുമുള്ള ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണല്ലോ നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. എങ്കിൽ ഈസാ നബി റഹ്മത്താണ്, ആ ഈസാ നബി റഹ്മത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ദൈവപുത്രനല്ലാന്ന് വിശ്വസിച്ചുകൊണ്ട്, നബിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഈസാ നബിയുടെ ജന്മദിനമായ ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്താണ് വിധി? ക്രിസ്ത്യാനിയല്ല, സാക്ഷാൽ മുസ്ലിം ആയിക്കോട്ടെ, ഈസാ നബി റഹ്മത്താണല്ലോ, തർക്കമില്ല. റഹ്മത്ത് സന്തോഷിക്കാൻ ഖുർആനിലുണ്ടല്ലോ, തർക്കമില്ല. തഫ്സീർ എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഈസാ നബി ആകുന്ന റഹ്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഈസാ നബി ദൈവപുത്രനെ വിശ്വസിക്കുന്നില്ല, ദൈവമാണ് വിശ്വസിക്കുന്നില്ല, റഹ്മത്താണ് വിശ്വസിച്ചു, അതിൽ സന്തോഷിച്ചു, അങ്ങനെ കണ്ണീര് പൊഴിച്ചു. എങ്കിൽ ആ ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്താണ് അതിന്റെ വിധി? ആഘോഷിക്കൽ സുന്നത്തോ അതോ ബിദ്അത്തോ അതോ ഹറാമോ വാജിബോ ശിർക്കോ തൗഹീദോ? ഇസ്ലാമിൽ അതിന്റെ നിലപാട് എന്താണ് പറയേണ്ടതുണ്ട്. 5 ചോദ്യം നിലനിൽക്കുന്നു. മുസ്ലിയാർ പറയണം. 1ാമത്തതും 2ാമത്തതും 3ാമത്തതും 4ാമത്തതും ഇനിയെങ്കിലും പറയൂ മുസ്ലിയാരെ. മൗലവിക്ക് ഇപ്പൊ ചോദ്യത്തിന്റെ എണ്ണം തന്നെ ഓർമ്മയുണ്ടോ? 4, 5 വെക്കണമെന്ന് ആ കോലത്തിലായിട്ടുണ്ട്. മൗലവി ഓരോ ചോദ്യത്തിനും 1 മറുപടി പറഞ്ഞിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം ഫല്യഫറഹു എന്ന ആയത്ത് നബിദിനത്തിന് തെളിവാണെന്ന് ഏത് ഇമാമാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞു ഇമാമുകൾ പറയേണ്ട ആഴത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ലാത്ത വിധം ഫല്യഫറഹു, അത് സന്തോഷിച്ചു കൊള്ളട്ടെ എന്നാണ്. ഫല്യഫറഹു വബിദാലിക എന്ന് പറഞ്ഞാൽ അത് റസൂലാണ് ഉദ്ദേശം എന്നത് നിങ്ങൾ എഴുതിയത് ദുർവ്യാഖ്യാനമാണെന്ന് നിങ്ങളുടെ പുസ്തകങ്ങളിൽ ധാരാളം എഴുതി. അത് ഇപ്പൊ നബിയാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു എന്ന് ഫൈസൽ മൗലവി പറയുന്നുണ്ടെങ്കിൽ മുൻപ് എഴുതിയ പുസ്തകങ്ങളെ പറ്റി ഞങ്ങൾ ഇവിടെ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി കമാമുണ്ടിയില്ല. എത്രയോ പുസ്തകത്തിൽ നബിയാണ് ആ റഹ്മത്ത് കൊണ്ട് മുറാദ് എന്ന് ദുർവ്യാഖ്യാനിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ ആ ദുർവ്യാഖ്യാനിച്ചതാണെന്ന് നിങ്ങൾ പറഞ്ഞതിനെ പറ്റി പറഞ്ഞു. നബിദിനാഘോഷത്തെ പറ്റിയാ പറഞ്ഞത് അല്ല. വബി റഹ്മത്തിഹി എന്നതുകൊണ്ടുള്ള മുറാദ് നബിയാണെന്ന് ദുർവ്യാഖ്യാനമാണെന്ന് പറഞ്ഞുവന്ന് ഞങ്ങൾ പുസ്തകം വായിച്ചു. അപ്പൊ മുമ്പോ പിമ്പോ വായിച്ചുകൊണ്ട് ദുർവ്യാഖ്യാന ആ പറഞ്ഞത് നബിദിനാഘോഷത്തെ പറ്റിയാണ്, അല്ലാതെ റഹ്മത്ത് കൊണ്ട് മുറാദ് നബിയാണെന്നതല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കണത് ചെയ്തിട്ടില്ല. ഉമർ മൗലവിന്റെ പുസ്തകത്തിൽ അപ്പോൾ ആ അപ്പോൾ എന്ന് ഓലപ്പാമ്പെന്താ പൊട്ടാത്തത്? അതെന്താ ഇങ്ങ് പുറത്തിയാടാത്തത്? ആരെ കാണിച്ചിട്ടേ അപ്പോൾ പഠിപ്പിക്കണത്? അതിന്റെ മുമ്പോ പിമ്പോ നബിദിനാഘോഷത്തിന്റെ വരികളിൽ ശിർക്കില്ലെങ്കിൽ തന്നെ നബിദിനാഘോഷം എന്ന ആ സമ്പ്രദായം കൊണ്ട് തന്നെ ശിർക്കാകുമെന്ന് ഞങ്ങളുടെ വാദത്തിന്റെ മർമ്മം അതാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നബിദിനാഘോഷം ശിർക്കാണെന്ന മുജാഹിദ് വാദം തെറ്റാണെന്നാണ് ഞങ്ങളുടെ വാദം.
ആ വാദത്തിലാ നിങ്ങളെ ടോപ്പ് നേതാവ് ഉമർ മൗലവിന്റെ നെഞ്ചു പിടിച്ച് ഞങ്ങൾ കൊടഞ്ഞുവിടെ വായിച്ചത്. അതിനെതിരെ എന്തെങ്കിലും അപ്പോൾ എന്താണ് അപ്പോൾ നിങ്ങൾ ഇപ്പോഴാകാത്തത്? പറഞ്ഞില്ല. ഇവിടെ ചോദിച്ച മറ്റൊരു ചോദ്യം, നബിദിനാഘോഷം അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് നിങ്ങൾ ഇമാമുകൾ പറഞ്ഞത് ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങൾ ഇമാമുകളാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന് തെളിവുണ്ടോ? ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, ഇമാമുമാർ മാത്രമല്ല പറഞ്ഞത്. ഇതാ നിങ്ങളുടെ മൗലവി ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി പറഞ്ഞത് ഞങ്ങൾ വായിച്ചു. ചോദിക്കുന്നത് ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവിയോട്, ഏറ്റവും ഉത്തമമായ ദിവസമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം, ഏറ്റവും ഉത്തമമായ ദിവസമാണെന്ന് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ ഇമാമ മാത്രമല്ല, നിങ്ങളെ ഇമാം ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി പറഞ്ഞത് ഞങ്ങൾ വായിച്ചിരിക്കുന്നു. ഇനി പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. ഒറ്റയിട്ട് എന്തിനാണെന്നറിയോ? ഇനി പറഞ്ഞിട്ടില്ല എന്ന കുഞ്ഞാറ് സംസ്കാരമുണ്ടല്ലോ, എപ്പോഴും സംവാദത്തിൽ ഇങ്ങനെ ചൊല്ലിപ്പടിച്ച പറഞ്ഞിട്ടില്ല എന്നത് പറയണ്ട എന്ന് കരുതി ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, ഞങ്ങളെ ഇമാമുമാർ മാത്രമല്ല പറഞ്ഞത്, നിങ്ങളെ ഇമാം ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി. അപ്പൊ ഒരു ചോദ്യം, അല്ലെങ്കിൽ അത് മുഴുവൻ നിങ്ങൾ വായിക്കോ, തയ്യാറുണ്ടോ? നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഫത്തുൽ ബാരി ഇബാർത്ത് വായിച്ചില്ലേ? എന്നാ 13 വാല്യം ഫത്തുൽ ബാരി നിങ്ങൾ വായിക്കോ? 13 വാല്യം ഫത്തുൽ ബാരി നിങ്ങൾ വായിക്കോ? നിങ്ങൾ ഇബാർത്ത് വയ്ക്കും, അങ്ങനെ ചോദിക്കേണ്ടത്? എന്താ അന്തയില്ലാത്ത വർത്താനം പറയാനാണോ സംവാദത്തിൽ വന്നിരിക്കുന്നത്? ഞങ്ങളെ മുമ്പിലാ, ഇത് കവലപ്രസംഗമല്ല, ഞങ്ങളെ മുമ്പിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. ഇനി കമ്പിൽ നിങ്ങളെ കാലുകുത്തുമോ എന്ന് കമ്പിൽക്കാർ പറയും. നിങ്ങൾ ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി വായിച്ചത് ഞങ്ങളിവിടെ പറയുമ്പോൾ എനിക്കോട്ടോ ഫല്യപ്രഭു എന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഇമാമുകൾ പറഞ്ഞതാ, നിങ്ങളെ ഇമാമ് ആരാണത്? നിങ്ങളുടെ ഇമാം എഴുതിയ പുസ്തകം ഖുർആൻ പരിഭാഷ. എന്താണ് ഈ പരിഭാഷയിൽ പറയുന്നത്? ഫല്യപ്രഭു എന്നായത്തിന് കൃത്യമായി നിങ്ങളുടെ കുഞ്ഞീദ് മദനി, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കുഞ്ഞു മുഹമ്മദ് പറപ്പൂര്, കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് ആൾ പരിശോധിച്ചു എന്ന ഈ 3 നിങ്ങളുടെ ടോപ്പ് നേതാക്കൾ സംയുക്തമായി എഴുതുകയും പരിശോധിക്കുകയും ചെയ്ത ഈ ഖുർആൻ പരിഭാഷയിൽ എന്താ ഫല്യപ്രഭുവിന് അർത്ഥം കൊടുത്തത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യപ്രഹു. അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഫൈസൽ മൗലവി പറയുന്നു അത് റസൂലുള്ളാഹി തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ. കരയണമെന്നല്ല, കണ്ണുനീരൊലിപ്പിക്കണം എന്നല്ല, റസൂലുള്ള ജനിച്ചത് കൊണ്ട് റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ. ഇതാ വേണോ? ഇനിയും നിങ്ങളുടെ പരിഭാഷകൾ, നിങ്ങളുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കും. തള്ളു മൗലവി തള്ളു, ആ അർത്ഥം തെറ്റാണ് നിങ്ങൾ പറ. അപ്പൊ ഞങ്ങൾ പറയും നിങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾക്കെതിരെ ഇതാ മറുപടി പറയുകയാണ്. നിങ്ങൾക്കെതിരെ ഇനിയും ഒരുപാട് പ്രമാണങ്ങൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവர்களാണ് റഹ്മത്ത് കൊണ്ട് മുറാദ് എന്ന് ഞങ്ങൾ പറഞ്ഞത്, അത് നിങ്ങൾ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്തതാണെന്ന് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ആ ഒരു പുസ്തകം ഞങ്ങൾ ഇവിടെ ഉദ്ധരിച്ചു. ഇനി കൊട്ടക്കണക്കിന് പുസ്തകങ്ങൾ അത് റഹ്മത്ത് കൊണ്ട് മുറാദ് റസൂലുള്ളാഹിയാണെന്നത് ദുർവ്യാഖ്യാനമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞ ദുർവ്യാഖ്യാനമാണെന്ന് നിങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ അത് നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? ഇനി ഇ കെ മൗലവി നബിദിനം ആഘോഷിക്കണമെന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നും ഏറ്റവും ഉത്തമമായ ദിവസമാണ് അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസമെന്നും അത് റബീഉൽ അവ്വൽ 12 ലോകാടിസ്ഥാനത്തിൽ അതിനെ ആഘോഷിക്കുന്നുണ്ടെന്നും അത് നല്ല കാര്യമാണെന്നും അതിൽ ഒരുപാട് നന്മകളുണ്ടെന്നും മൗദൂആയതും ലൈഫുമായതുമായ ഹദീസുകൾ ഒഴിവാക്കി നല്ല നല്ല ചരിത്രങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നബിദിനം നടത്തണമെന്നൊക്കെ നിങ്ങളുടെ അൽ ഇർഷാദ് മാസികയിൽ, നിങ്ങളുടെ അൽ മുർഷിദ് മാസികയിൽ ഇ കെ മൗലവിയും കുഞ്ഞിക്കുട്ടി മൗലവിയും എല്ലാ മൗലവിമാരും എഴുതി വെച്ചല്ലോ. ആ എഴുതി വെച്ചതിനെ പറ്റി മുഴുവൻ പുസ്തകം വായിക്കുമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ 5ാമത്തെ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയുന്നു. ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുമോന്നല്ലേ ഞങ്ങളോട് ചോദിച്ചത്? ഈ ചോദ്യം ചോദിക്കേണ്ടത് ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവിയോടാണ്. മൂപ്പര പറയുന്ന റസൂലുള്ളാഹി ആഘോഷിച്ചു, റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവിയോട്, ഇ കെ മൗലവിയോട്, ഉമർ മൗലവിയോട് അവരോട് ചോദിക്കും, എന്തിനാ നിങ്ങൾ നബിദിനം കഴിച്ചത്? ക്രിസ്മസ് വരുമ്പോൾ നിങ്ങൾ ആഘോഷിക്കുവോ? റസൂലുള്ളാഹിന്റെ ഈസാ നബി ജനിച്ച ദിവസം നിങ്ങൾ ആഘോഷിക്കോ? അതിന്റെ വിധി എന്താണെന്ന് ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി പറയട്ടെ, ഇ കെ മൗലവി പറയട്ടെ, കെ മൗലവി പറയട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് പറയാം. ആലോചിക്കണം മൗലവി ചോദിക്കുമ്പോ. മുസ്ലിയാരെ സന്തോഷിക്കട്ടെ എന്നല്ലേ, ആഘോഷിക്കട്ടെ എന്നുണ്ടോ? അതാ ചോദിക്കണത്. നബിദിനം ആഘോഷിക്കട്ടെ എന്നുണ്ട്. ഈ പണിയൊന്നുമില്ലല്ലോ. തഫ്സീർ വായിക്കാന് പറപ്പൂരിന്റെ അടുത്തോക്കി, ഇനി അമ്മായി എടുത്തോളി, ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ വായിക്കുള്ളൂ. അതുകൊണ്ട് എവിടെ വായിച്ചിട്ടെന്താ? നിങ്ങൾ വായിക്ക്, തഫ്സീറിന് വായിക്ക്. എവിടെ നീ നബിദിനം ആഘോഷിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾ ആഘോഷിക്കും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു തഫ്സീർ വായിക്ക്, അതിലുണ്ടോ നബിദിനം ആഘോഷിക്കാന്ന്?
നബിദിന ആഘോഷിക്കാനുണ്ടോ? ഇല്ല മുസ്ലിയാരെ. അതുകൊണ്ട് പറപ്പൂന്റെ പേരിൽ രക്ഷപ്പെടാൻ വിചാരിച്ചത് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഇനി ഏതായാലും ഈ റബീഉൽ നിങ്ങൾ ആഘോഷിച്ചു, അടുത്തത് നിങ്ങൾ ആഘോഷിക്കല്ല അന്ന് വ്യവസ്ഥയിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. ബോധ്യപ്പെട്ട് അവർ നിർത്തണട്ടോന്ന്. അതുകൊണ്ട് ഇനി നിർത്തണം മുസ്ലിയാരെ. അതുകൊണ്ട് ഇവിടെ കൃത്യമായി ബോധ്യപ്പെട്ടു തഫ്സീറില്ല. പിന്നെ ക്രിസ്മസ് ജോലി മുമ്പ് ശേഷം പൊള്ളി സംഗതി കേക്ക് ഇപ്പൊ മുറിക്കുന്നുണ്ട്, ഉണ്ണി മുഹമ്മദ് ഇപ്പോഴുണ്ട്, ഹാപ്പി മീലാദ് ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും ശരി ക്രിസ്മസ് എന്നാണ് പറഞ്ഞപ്പോൾ ഇറങ്ങുമ്പോഴത്തെ തല്ലിട്ടോള് മുമ്പേക്ക് ബേജാറുണ്ട്. അത് പറ്റൂല, നിങ്ങൾ പറയണം. കേമലോട് ചോദിക്കണം. ഞങ്ങളെ വാദം മരിച്ചുപോയ മനുഷ്യർ ചോദിക്കാൻ പാടില്ല. നിങ്ങളാണ് പറഞ്ഞത് മരിച്ചോട് ചോദിക്കാതെ. അതുകൊണ്ട് നിങ്ങൾ പോയി ചോദിച്ചോളി, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളെ വാദമാണ് മരിച്ചുപോയ ആളോട് ചോദിക്കാൻ. ഞങ്ങളെ വാദം എന്താ? മരിച്ചുപോയ മനുഷ്യന്മാർ ചോദിച്ചാൽ ശിർക്കാണ്. ആ ശിർക്ക് മൗലീദിലുണ്ടോ? ആണ് ശിർക്ക് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കേമലിയോട് ചോദിക്കുന്നത് പറ്റൂല, നിങ്ങളോടാ ചോദിക്കാതെ. അല്ലെങ്കിൽ സമ്പാദത്തിന് മൂപ്പയിലെ വരും, നിങ്ങളെ പറ്റിയത്. അതുകൊണ്ട് ഇവിടെ നിങ്ങളാ വന്നത്, നിങ്ങളോട് ചോദിക്കുന്നു. ഈസാ നബി റഹ്മത്താണല്ലോ അല്ലാന്ന് അഭിപ്രായമുണ്ടോ? ഞങ്ങൾ പറയും ഈസാ നബി റഹ്മത്ത് അല്ല എന്ന് പറയും. റഹ്മത്തോട് സന്തോഷിക്കാന്ന് പർപ്പൂരും പറഞ്ഞു, ആയിക്കോട്ടെ. അതും കൂട്ടിയിട്ട് ആ ചോദ്യം ചോദിച്ചത്. എന്തേ പറയാത്തത്? പറയേണ്ടതുണ്ട്. 5 ചോദ്യം ബാക്കിയാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി കളവ് പറഞ്ഞത് അത് പിൻവലിക്കണം. കളവ് ഇനി പറയരുത്. അതേപോലെ ഇമാമിങ്ങൾ ആരും ഇത് പഠിപ്പിച്ചിട്ടില്ല ആദ്യകാലങ്ങളിൽ. അതും തെളിഞ്ഞു. ആയത്തെ തഫ്സീറില്ല, അതും തെളിഞ്ഞു. കരയണമെന്നല്ല കണ്ണീരൊഴിക്കണമെന്നാണ് ഖുത്ബയിലുണ്ട്. അതും ഏതായാലും പഠിഞ്ഞു. ഏതായാലും ശരി, ആ 5 ചോദ്യം ഇനി പറയണേ, പറയാതെ പോകല്ല എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതിന്റെ കൂടെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. നല്ലോണം കേട്ടോ. നീ കേമലോട് ചോദിച്ചോന്ന് പറയണ്ട, അങ്ങോട്ടാ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ചൊല്ലുന്ന പദ്യങ്ങളിൽ ധാരാളം ശിർക്കായതുണ്ട്. ഒരുപാട് കള്ളക്കഥ വേറെയുമുണ്ട്. ഒരുപാട് ഖുറാഫാത്തുണ്ട്, ബിദ്അത്തുണ്ട്, കുഫറുണ്ട്, ശിർക്കുമുണ്ട്. അതിന് ഉദാഹരണമാണ് നബി പ്രകാശത്തിന്റെ കഥ. നബി പ്രകാശത്തിന്റെ കഥ. പ്രകാശത്തിന് ഒരുപാട് പൊടിപ്പന്തങ്ങൾ വെച്ച കഥകൾ മൗലിദ് കിതാബിലുണ്ട്. 2000 കൊല്ലം മുമ്പ് പടച്ചു വന്നുണ്ട്, 50,000 കൊല്ലം പടച്ചു മുമ്പുണ്ട്, 70,000 കൊല്ലം മുമ്പ് പടച്ചു വന്നുണ്ട്, 1,00,000 കൊല്ലം മുമ്പ് പടച്ചു വന്നുണ്ട്. അതല്ല പ്രശ്നം. ആ നബിപ്രകാശത്തിൽ നിന്നാണ് എല്ലാ അമ്പിയാക്കളെയും പടച്ചത് എന്നതിലുണ്ട്. ആ നബിപ്രകാശത്തിൽ നിന്നാണ് സ്വർഗം സൃഷ്ടിച്ചത് എന്നുണ്ട് മൗലിദ് കിതാബില്. ആ നബിപ്രകാശത്തിൽ നിന്നാണ് അല്ലാഹുവിന്റെ അർശ് പടച്ചത്, കുർസിയെ പടച്ചത് എന്നുണ്ട്. ആ നബിപ്രകാശത്തിൽ നിന്നാണ് മറ്റൊരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചത് എന്നുണ്ട്. ഇത് കള്ളക്കഥയാണെന്ന് ഞങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ പേരിൽ, റസൂലിന്റെ പേരിൽ നിങ്ങൾ കളവ് പറയുകയാണത്. അതുകൊണ്ട് എന്താണത് പ്രമാണമുള്ളത്? ആദ്യം പഠിച്ചത് നൂറാന്നുള്ള ഹദീസ് മാത്രം പറഞ്ഞാൽ പോരാ. നേരെ മറിച്ച് അതല്ല പറയേണ്ടത്. ആ നൂറിൽ നിന്നാണ് അമ്പിയാക്കളെ സൃഷ്ടിച്ചത്. ആ നൂറിൽ നിന്നാ സ്വർഗം സൃഷ്ടിച്ചത്. ആ നൂറിൽ നിന്നാണ് അർശും കുർസിയും സൃഷ്ടിച്ചത് എന്നൊക്കെ മൗലിദ് കിതാബിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അത് ശരിയാണോ? ശരിയല്ലേ? തെളിവുണ്ടോ? തെളിവില്ലേ? ഹദീസ് ഉണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ സ്വഹീഹാണോ? അല്ലേ? അല്ലെങ്കിൽ പണ്ട് അലവി സഖാഫി വന്ന പോലെ 5 അംഗീകരിക്കും, ബാക്കി ഇപ്പൊ പറയാൻ പറ്റൂല, എന്തെങ്കിലും പറയും, എന്നാൽ രക്ഷപ്പെടൂല. ആ 5 ഉണ്ട് ഇത്. അതുകൊണ്ട് ആ പ്രകാശവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഈ ഐതിഹ്യങ്ങൾ, ഈ കെട്ടുകഥ അത് ജൂതന്മാരുടെ വകയാണ്, ഷിയാക്കളുടെ വകയാണ്. ഷിയാക്കളാണ് പഠിപ്പിച്ചത് അലി നൂറാണ് എന്ന്, ഹസൻ ഹുസൈൻ നൂറാണ് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നുണ്ട്. അവിടേക്കാണ് കൊണ്ടുപോയി മുട്ടിക്കുന്നത്. അതുകൊണ്ട് നബിപ്രകാശവുമായി ബന്ധപ്പെട്ട് മൗലിദ് കിതാബിൽ സ്ഥാനം പിടിച്ച ഈ ഒട്ടൊരുപാട് കഥകൾ, ആ കഥകൾക്ക് എന്താണ് അടിസ്ഥാനം? ഹദീസ് ഉണ്ടെങ്കിൽ ഹദീസ് പറയുക, ആയത്താണെങ്കിൽ ആയത്ത് പറയുക. സ്വഹിയാണോ സ്വഹിയല്ലേ? അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ലാതെ കിതാബിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. എന്താണ് ഇവിടെ ഫൈസൽ മൗലവി ഇതുവരെ പറഞ്ഞത്? ഓരോന്നും പരിശോധിക്കാം. ഈ പുസ്തകത്തിൽ അള്ളാഹുവിന്റെ റസൂലാണ് വബിറഹ്മതിഹി എന്ന് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞതിന് ഒരു ഉദ്ധരണി പറഞ്ഞപ്പോ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. ഉമർ മൗലവിന്റെ പുസ്തകത്തിലെ നബിദിനം ആഘോഷിക്കൽ തന്നെ വരികളിലും ശിർക്കുണ്ട്. വരികൾക്കിടയിലും ശിർക്കില്ലെങ്കിൽ പോലും അത് ശിർക്ക് തന്നെയാണ് എന്ന് ഉമർ മൗലവി പറഞ്ഞതിനെ ഞങ്ങൾ ഇവിടെ വായിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി വാക്കി മിണ്ടുന്നില്ല, മറുപടി പറയുന്നില്ല. ശ്രദ്ധിക്കൂ, നിങ്ങളത് മറുപടി പറയണ്ടേ? എന്നാലല്ലേ അത് ശരിയാവുള്ളൂ. നിങ്ങളുടെ വാദത്തിന് ഖണ്ഡനമാകുന്നുണ്ടോ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതല്ലേ? ഞങ്ങൾ ശിർക്കാണ് എന്ന മുജാഹിദ് വാദത്തിന് ഞങ്ങൾ തെളിവുദ്ധരിച്ചതാണ്. അപ്പോൾ എന്നതിന്റെ ബാക്കി വായിക്കൂ. ഞങ്ങൾ പറഞ്ഞതിന്റെ ബാക്കി വായിക്കൂ. വായിച്ചില്ലല്ലോ, ഇവിടെ കിടക്കുകയാണ്. നിങ്ങളുടെ പുസ്തകങ്ങൾ പിടികൂടുകയാണ്. ഇനി ഇവിടെ നബിദിനാഘോഷം, അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം, ആ ദിവസം ജന്മദിനാഘോഷം നടത്തുന്നതിന് മുൻകാല ഇമാമുമാർ നടത്തിയതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ 2 മറുപടി പറഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണം, 2 മറുപടി പറഞ്ഞു. ഒരു മറുപടി
നിങ്ങളുടെ ഇ കെ മൗലവിയും അതുപോലെ തന്നെ ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവിയൊക്കെ നടത്തിയത് ഏതടിസ്ഥാനത്തിൽ? അത് നിങ്ങൾ പറയണോ? അത് അവരോടല്ലേ ചോദിക്കേണ്ടത്. അവർ പറയുന്ന നബിദിനാഘോഷം നടത്തണം, അത് നിങ്ങൾ പറയേ. പിന്നെ ചോദിച്ചത് അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം ഏറ്റവും പുണ്യമാണ്, ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് എവിടെയുണ്ട്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും പറയുന്നു, ഞങ്ങളെ ഇമാമുകളും പറയുന്നു, നിങ്ങളെ ഇമാമും പറഞ്ഞു. അപ്പൊ പറഞ്ഞു കെ എം മൗലവി തെളിവല്ല. തീർന്നോ കഥ? അത് നിങ്ങൾ പറ. അങ്ങനെ ഞങ്ങൾ വേണ്ട, അതിനല്ലേ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. പുസ്തകം മുഴുവൻ വായിക്കുന്നില്ല, ഇപ്പൊ ഏതായാലും വിട്ടിട്ടുണ്ട്. കാരണം 10 ബാരി 13 വാല്യം വായിക്കേണ്ടി വരുന്ന മൗലവിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ മൗലവി ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് അതിനെതിരായി വല്ലതും അവിടെ പറയാനുണ്ടെങ്കിൽ പറയേണ്ടതാണ്. ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി പറയുന്നു കൃത്യമായും അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് ഏറ്റവും പുണ്യമായ ദിവസമാണ്. അതല്ലേ ഇമാമിങ്ങൾ പറഞ്ഞത്? ഏറ്റവും പുണ്യമായ ദിവസമാണ്. അതിന് അപവാദമായി അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, എന്റെ വായനായെന്ന് ഇ കെ കുഞ്ഞിക്കുട്ടി മൗലവി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയേ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വായന പറയാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ഇനി ഫല്യഫ്രഹു എന്ന ആയത്ത് കൊണ്ട് തന്നെ കിട്ടും. നിങ്ങളുടെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്. ഫല്യഫ്രഹു, സന്തോഷിച്ചു കൊള്ളട്ടെ, കരഞ്ഞു കൊള്ളട്ടെ എന്നല്ല, കണ്ണുനീരൊലിപ്പിച്ചു കൊള്ളട്ടെ എന്നല്ല. ഞങ്ങൾ ഇമാമിങ്ങൾ തെളിവുദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് തെളിവ് പറഞ്ഞപ്പോൾ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു അത് ഞങ്ങൾക്ക് തെളിവല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ നിലപാട് വ്യക്തമാക്കണം. ഇവിടെ ഫല്യഫ്രഹു ആയത്തോതുമ്പോൾ ഇമാമിങ്ങൾ പറഞ്ഞോ? നബിദിനാഘോഷത്തിന് ഇമാമിങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാമിങ്ങളുടെ കൗലോട് കൂടി ഉദ്ധരിക്കുമ്പോൾ ചോദിക്കൂ, ഇമാമിങ്ങൾ പറഞ്ഞ തെളിവല്ല. അതുകൊണ്ട് നിങ്ങൾ അതിന് നിലപാട് വ്യക്തമാക്കണമെന്ന് MT അബൂബക്കർ താരിമിങ്ങളോട് ചോദിച്ചില്ലേ? നിങ്ങൾ നിലപാട് വ്യക്തമാക്കാത്ത കാലത്തോളം ആ ചോദ്യം ലാബ്സാണ് മൗലവി, ലാബ്സാൻ. ഫല്യഫ്രഹു, റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട്, വബിറഹ്മത്തിഹി, റസൂലുള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട്, ഫബിദാലിക, അതുകൊണ്ട് തന്നെ ഫല്യഫ്രഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഇനി ഇവിടെ ചോദിച്ച വേറൊരു ചോദ്യമുണ്ട്, പുതിയ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഞാൻ മറുപടി പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ കാരണമാണ് ലോകം സൃഷ്ടിച്ചത് എന്നതിന് തെളിവുണ്ടോന്നല്ലേ ചോദിച്ചത്. ഇതാരാ എഴുതിയതെന്നറിയോ? ഇതാരാ എഴുതിയത്? തങ്ങളുടെ സമ്പൂർണ്ണ കൃതികളാണ് പുസ്തകം. മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതിയാണ് പുസ്തകം. ഈ പുസ്തകത്തിന്റെ 276-ാമത്തെ പേജിൽ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പം പറയൂ ഞങ്ങൾക്ക് മക്തി തങ്ങൾ തെളിവല്ല, കെ എം മൗലവി തെളിവല്ല, ഇ കെ മൗലവി തെളിവല്ല എന്ന് മാത്രം പോരാ, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും അവരും ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം അവരോട് ചോദിച്ചിട്ട് വാ, അല്ലെങ്കിൽ അവർ തള്ളു. ഇ കെ മൗലവിയോട് ചോദിക്ക്, മക്തി തങ്ങളുടെ പേരിലല്ലേ നിങ്ങൾ നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് കൊണ്ടാടിയത്? നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് 90 വർഷം മാത്രം പ്രായമുള്ള നിങ്ങൾ കൊണ്ടാടിയത് മക്തി തങ്ങളുടെ പേരിലല്ലേ? ആ മക്തി തങ്ങളുടെ പുസ്തകത്തിന്റെ 276-ാമത്തെ പേജിൽ പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കാരണമാണ് ലോകം പഠിച്ചത് എന്ന്. നിങ്ങളത് തള്ളൂ. മക്തി തങ്ങളെ തള്ളുമ്പോൾ നിങ്ങൾ മക്തി തങ്ങളെ അംഗീകരിക്കാൻ പാടില്ല. കെ എം മൗലവി നബിദിനാഘോഷം നടത്തുമ്പോൾ നബി ജനിച്ച ദിവസം റബീഉൽ അവ്വലിന്റെ 12-ാമത്തെ ദിവസമാണ്. ആ ദിവസം ഏറ്റവും പുണ്യമാണ്, അത് കൊണ്ടാടേണ്ടതാണ്, നാം കൊണ്ടാടുന്നു എന്നൊക്കെ കെ എം മൗലവിയും ഇ കെ മൗലവിയും കുഞ്ഞിക്കുട്ടി മൗലവിയും എഴുതുമ്പോ ഞങ്ങൾക്ക് തെളിവല്ല എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ പോരാ. നിങ്ങൾ പറയേണ്ടെന്താ? ഞങ്ങൾ അവരെ തള്ളുന്നു, അവർക്ക് ഹൗദുൽ കൗസർ വെള്ളം കിട്ടൂല, അവർ നരകവാസികളാണ്. നിങ്ങൾക്ക് അവരോടും പ്രസംഗിച്ച് നടക്ക്. നിങ്ങൾ നബിദിനാഘോഷത്തിന് എതിരെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെയല്ല പ്രസംഗിക്കേണ്ടത്. അവർ തെളിവില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാതെ എന്ത് വിട്ടിട്ടായി നിങ്ങൾ പറയേണ്ടത്? കെ എം മൗലവി നബിദിനാഘോഷത്തിൽ പറയുമ്പോ ഈ കെ കുഞ്ഞിക്കുട്ടി മൗലവി നബിദിനാഘോഷം ആ നബി ജനിച്ച ദിവസം ഏറ്റവും പുണ്യമുള്ള ദിവസം എന്ന് പറയുമ്പോ അത് ഞങ്ങൾക്ക് തെളിവല്ല. അങ്ങനെ പറഞ്ഞാൽ മതിയോ? നാളെ നിങ്ങൾ കമ്പിൽ പ്രസംഗം നടത്തൂ കെ എം മൗലവിക്കെതിരെ. ഈ കെ കുഞ്ഞിക്കുട്ടി മൗലവി നബിദിനാഘോഷം നബി ജനിച്ച ദിവസം ഏറ്റവും പുണ്യമായ ദിവസമാണെന്ന് പറഞ്ഞതിനെതിരെ നിങ്ങൾ പറയൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചോദ്യത്തിന് ചോദ്യം കൊണ്ട് മറുപടി ചോദിക്കുകയാണ്, ചോദ്യം കൊണ്ട് നേരിടുകയാണ്. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഫല്യഫ്രഹു എന്നത് തഫ്സീറുണ്ടോ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് പറയാൻ കാരണം ഫല്യഫ്രഹു എന്ന ആയത്തിന്റെ വ്യക്തമായ ഭാഷയാണ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കട്ടെ. എന്താണ് പിന്നെ ആ സന്തോഷം? ആ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന് വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നു തഫ്സീറുണ്ടോ? ഞങ്ങൾ ഇമാമിങ്ങളുടെ ഖൗൽ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷത്തിന് ഇമാം ഹാഫിദ് സുയൂത്തി തഫ്സീറിന്റെ വെളിച്ചത്തിൽ, ഇബ്നു ഹജർ അസ്ഖലാനി ഹദീസിന്റെ വെളിച്ചത്തിൽ, ഇമാം സുയൂത്തി ഹദീസിന്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ ചോദിക്കുക ഇമാമിങ്ങൾ പറഞ്ഞാൽ നമ്മൾ എടുക്കൂല, ഇമാമിങ്ങൾ ഞങ്ങൾ പറഞ്ഞെടുക്കൂല. അതേ നിങ്ങൾ തന്നെ പറയാ തഫ്സീറിലുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല, അത് ന്യായമല്ല നിങ്ങളുടെ ചോദ്യം. ചോദ്യത്തിന് പ്രസക്തിയില്ല. ഫല്യഫ്രഹു, അതുകൊണ്ട് നിങ്ങളതിൽ നിലപാട് വ്യക്തമാക്കണം. ഇമാമിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എടുക്കൂ, ഏത് ഇമാം പറഞ്ഞാൽ എടുക്കോ? ഇമാമിങ്ങളുടെ കൊട്ടക്കണക്കിന് ഉദ്ധരണികൾ ഞങ്ങൾ പറയാം. ഇനി ഇതാ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ 6 ചോദ്യത്തിന് മറുപടി ഇവിടെ ഉണ്ട്. നിങ്ങൾ എവിടെ എഴുതിയ വ്യവസ്ഥയിലുണ്ട്, പാപം കമ്പിലെ പ്രവർത്തകരെ വിട്ട വ്യവസ്ഥയിൽ
മുസ്ലിയാരെ ചോദിക്കാൻ അവകാശം ഉണ്ടോ എന്നുള്ള മറുപടി പറയാൻ അവകാശമല്ലേ? നിങ്ങൾ അത് പറയും. ഇപ്പൊ ചോദിക്കാൻ അവകാശം ഉണ്ടോ? ഞാൻ ചോദിക്കുന്നു എന്താ നാട്ടിൽ ചോദ്യം തീർക്കലി? അതാ ഉച്ചക്ക് മുങ്ങാൻ പ്ലാനുണ്ടോ അറിയില്ല. അതുകൊണ്ട് മുങ്ങരുന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം വരണങ്ങള് നിങ്ങളെ ചോദ്യം കൂടി പൂർത്തിയാകുമ്പോഴാ ഈ നാട്ടിൽ തീരുമാനിക്കും ഇനി നമുക്ക് ഇനി വിധിരം വേണ്ട. ഇത്രയും കാലം നിങ്ങളെ വിശ്വസിച്ച ഒരു കൂടി സിദ്ദീഖുലൊക്കെ കഴിച്ചിട്ടുണ്ട്, ഉമർ ഖത്താബ് കഴിച്ചിട്ടുണ്ട്, സഹാബകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആയ നാട്ടുകാര് ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചക്ക് മുങ്ങരുത്, ഉച്ചക്കേശം വരണം എന്ന് വിനയമായി അപേക്ഷിക്കുകയാണ്. ഏതായിരുന്നാലും ഇപ്പൊ ക്രിസ്മസ് ഈവ് എന്താ മുണ്ടാൻ പേടി? എന്തെങ്കിലും കേക്ക് മുറിച്ചില്ലേ? പാലക്കാട് കേക്ക് മുറിച്ചില്ലേ? ഉണ്ണി മുഹമ്മദ് ഉണ്ടായില്ലേ പല സ്ഥലത്തും? എന്തെങ്കിലും വരാത്തത് നിങ്ങൾ പറയും. ഒന്നുകൂടെ പറഞ്ഞോടി, അല്ലെ പറ്റുന്നു പറഞ്ഞോടി. ഒന്ന് പറയും, ഒന്ന് പറയും. ഈ സാധനം റഹ്മത്തല്ലേ? അത് പറഞ്ഞോടി. റഹ്മത്ത് സന്തോഷിക്കാൻ പറ്റൂലേ? അത് പറഞ്ഞോടി. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും. അല്ല പല കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല മുസ്ലിയാരെ. അതുകൊണ്ടാ തഫ്സീർ ചോദിച്ചത്. അതുകൊണ്ട് തഫ്സീർ ചോദിച്ചത്. അല്ലെങ്കിൽ എന്താ അറിയോ, ഇനി നിങ്ങൾ എന്തോന്നും തഫ്സീർ വായിക്കാൻ പാടില്ല, അർത്ഥം പഠിക്കാൻ തഫ്സീർ കൊണ്ടുവരൂ. എത്ര തഫ്സീർ അർത്ഥം ഈ ഏറ്റുവന്നത് ആയതുകൊണ്ടൊക്കെ ചൊല്ലിക്കൊടുക്കുക ഇറക്കുന്നു. ഏതായിരുന്നാലും ശരി, ഒരൊറ്റ തഫ്സീർ ഖിയാമ സമസ്തക്കും സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. ഖലീഫമാരുടെ പേര് കളവ് പറഞ്ഞു, തഖീദിന് വേണ്ടി കളവ് പറഞ്ഞു നിങ്ങൾ, അത് ശരിയായി പോയില്ല. സഹാബത്തിന്റെ പേര് കളവ് പറയാൻ പാടില്ല, താബിഈങ്ങളുടെ പേര് കളവ് പറയാൻ പാടില്ല, ആരുടെ പേരും കളവ് പറയാൻ പാടില്ല. അതുകൊണ്ട് അത് നിങ്ങൾ സ്ഥാപിക്കേണ്ടിയിരുന്നു, സ്ഥാപിച്ചില്ല. ഞങ്ങൾ സനദ് ചോദിച്ചു, നിങ്ങൾ മിണ്ടിയില്ല. സനദുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ. ക്രിസ്മസ് ചോദിച്ചു, പരാമർശമില്ല. ആദ്യം 3 നൂറ്റാണ്ട് ചോദിച്ചു, പരാമർശമില്ല. കെ എം മൗലവി, ഇ കെ മൗലവി, മുസ്ലിയാരെ കെ എം മൗലവി, ഇ കെ മൗലവിയും 1, 2, 3 നൂറ്റാണ്ടിലല്ല. അത് മനസ്സിലാക്കിച്ചോളി. ഒരു 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് അല്ല. ചിലപ്പോ സാധു അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. കെ എം മൗലവിയൊക്കെ കേട്ടപ്പോ ഇത് ഏതോ കാലത്ത് അന്ന് സഹാബിയ തൊട്ടുടനെ വന്നതൊക്കെ അങ്ങനെയല്ല മുസ്ലിയാരെ. അതിപ്പോ ഒരു 10-50 കൊല്ലം മുമ്പ് ജീവിച്ച മനുഷ്യന്മാരാണ്. അത് നമുക്ക് വായിക്കാം. അത് ഫുള്ള് വായിക്കാം അല്ല വന്ന്, ആ ലേഖനെങ്കിലും ഫുള്ള് വായിക്കാം. ഇത് ഫുള്ള് വായിക്കാൻ കയ്യിലേക്ക് അറിയാം. ഇത് ഫുള്ള് വായിച്ചാൽ പിരിച്ചിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ ലേഖനെങ്കിലും വായിക്കുന്നത് വേണ്ട. ഞങ്ങൾ വായിച്ചിട്ട് ദേശം അപ്പുറത്തേക്ക് വായിക്കി. അതാ ഞങ്ങൾ ചോദിച്ചത്. ഉച്ചകേശങ്ങൾ ചോദിച്ചോളി, ഞങ്ങൾ ബാക്കിയുള്ള വായിച്ചുതരാം. അതല്ലേ ആൺകുട്ടികളെ? അത് ശരി. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, 7 ചോദ്യം ബാക്കിയുണ്ട്. അതിലത്തെ ലൈലത്തുൽ പുണ്യമെന്നത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. മഹത്തായ ദിവസം ഏറ്റവും ശ്രദ്ധ കൂട്ടിയതുകൊണ്ട് തെളിവാവും. മുസ്ലിയാരെ, ആയത്തുണ്ടോന്നാ ചോദിച്ചത്, ഹദീസ് ഉണ്ടോന്നാ ചോദിച്ചത്, അത് പറയണം. ഇനി ഇപ്പൊ പറഞ്ഞ എന്താ? തഫ്സീർ ആവശ്യമില്ല, ആയത്തുനിന്ന് തന്നെ കിട്ടിയാ പറഞ്ഞത്. ശരി, ഈ ആയത്ത് നബി തങ്ങൾക്കാണല്ലോ ആദ്യം കിട്ടിയത്, നബിയാണല്ലോ സഹാബത്തിന് ഓടിക്കൊടുത്തത്. എങ്കിൽ ഈ ആയത്തിന് നബിക്ക് കിട്ടിയോ? നബി ദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന്. ഈ ആയത്തിന് സഹാബക്ക് കിട്ടിയോ? നബി ദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന്. താബിഈകൾക്ക് കിട്ടിയോ? നബി ദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന്. ഷാഫി ഇമാമിന് കിട്ടിയോ? നബിദിനമാ? അതാ ഞങ്ങൾ 10 ആയത്ത് പഠിച്ചാൽ അത് അമൽ ചെയ്തിട്ട് ബാക്കി 10ലേക്ക് പോകാറുള്ളൂ. സഹാബത്ത് അമൽ ചെയ്യാത്ത ആയത്തില്ല. അതുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്ത് പ്രകാരം അമൽ ചെയ്തപ്പോൾ നബിദിനം ആഘോഷിച്ചത്? സിദ്ദീഖുൽ ആഘോഷിച്ചോ? ഉമർ ഖത്താബ് ആഘോഷിച്ചോ? അത് അവർക്കൊന്നും റഹ്മത്താന്ന് മനസ്സിലായില്ല എന്നാണോ? സന്തോഷിക്കുന്നത് മനസ്സിലായില്ല എന്നാണോ? മുസ്ലിയാരെ, എന്തിനായി പണിക്ക് നിൽക്കുന്നത്? ഈ സമൂഹത്തെ വെറുതെ വിടൂ. ഇനി സാധാരണക്കാരെ പിന്നെ വഞ്ചിക്കല നിങ്ങൾ. ഉച്ചക്കേശം മണ്ടരുത് കേട്ടോ. ഉച്ചക്കേശം സദസ് വിടരുത്, ഓടരുത്. വരണം നിങ്ങൾ. ഉച്ചക്കേശം നിങ്ങളെ ചോദിച്ച് പൊരിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക്. നല്ല ചോദ്യങ്ങളുണ്ട്. വിഷയാവതരണം വരെയൊക്കെ കേൾക്കണം. അതിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പൊരിക്കാനുണ്ട്. ഉച്ചക്ക് ശേഷം ഇവിടുന്ന് ഓടരുത്. വരണം എന്ന് നമ്മോട് പറയാം. നമുക്ക് പറയാം ഓടരുത്. നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോകാൻ നാട്ടുകാർ നിങ്ങളെ സമ്മതിക്കൂല. ഇവിടെ ഇരുത്തും നിങ്ങളെ. അപ്പോളേ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഈ റഹ്മത്ത്, ഈസാ നബി റഹ്മത്തല്ലേ? അപ്പൊ ഈസാ നബിയുടെ പേരിൽ സന്തോഷിക്കാൻ, ക്രിസ്മസ് ആഘോഷിക്കാൻ ഇതിന് തെളിവല്ലേ? ഇത് തെളിവാണോ എന്നാണ് ചോദിച്ചത്. ഞങ്ങളുടെ ചോദ്യം. എന്നാൽ ഈ ആയത്തിന്റെ തഫ്സീർ, നിങ്ങൾ തഫ്സീറല്ലേ?
അതെ, ചോദ്യം കൊണ്ടുള്ള മറുപടിയാ. എന്താണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഹമ്മദ് നബി എന്നുള്ള തഫ്സീർ ദുർവ്യാഖ്യാനമാണ് എന്ന് ആ ഇരിക്കുന്ന മുജാഹിദുകളെ പറഞ്ഞ് ചൊല്ലി പഠിപ്പിച്ച നിങ്ങൾ തൗബ ചെയ്യണം. രണ്ടാമതായിട്ട് ഇത് റഹ്മത്ത് തഫ്സീറാണ്. റഹ്മത്തിന്റെ തഫ്സീറിൽ ഈസാ നബി എന്നൊരു തഫ്സീർ ഏതെങ്കിലും ഒരു കിതാബിലുണ്ടോ? ഉണ്ടോ? ഈസാ നബി എന്ന തഫ്സീർ ഉണ്ടോ? മുഹമ്മദ് നബി എന്ന് പറഞ്ഞ തഫ്സീറുണ്ട്. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് തഫ്സീർ ചോദിക്കുമ്പോൾ അതേ ചോദ്യം കൊണ്ടുള്ള ഒരു ചാട്ടുളി മറുപടി നൽകട്ടെ. ഈസാ നബി എന്ന് പറഞ്ഞിട്ടൊരു തഫ്സീറുണ്ടോ? പറയണം. പറ, ആ ഒരു തഫ്സീറുണ്ടോ? ഇനി നിങ്ങൾ അടുത്തെന്താ നിങ്ങൾ പറഞ്ഞത്? സ്വഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ടോ, താബീങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലേ നിങ്ങളുടെ വാദം തന്നെ. അതിന് മറുപടിയാണ്. നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ തന്നെ മറുപടിയാണ്. എന്താണെന്നറിയോ? പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആഘോഷിക്കാം. എന്താ പറയുക? ഇങ്ങോട്ട് ഫൈസൽ മൗലവി ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ കൂടിയിരുന്ന് സംസാരിക്കണ്ട. മരിക്ക് പറഞ്ഞൊന്നും വേണ്ട. എന്താ സംഭവം എന്നറിയോ? നിങ്ങളുടെ വാദം എന്താ? പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആഘോഷിക്കാം. അതിന്റെ തെളിവെന്താണ്? പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആഘോഷിക്കാം എന്നതിന്റെ തെളിവെന്താണ് എന്നുള്ള ആ ചോദ്യത്തിന്റെ മറുപടിയിൽ നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടി ഇല്ലേ? ചിന്തിക്കൂ. നിങ്ങളുടെ വാദം തന്നെ നിങ്ങളുടെ തെളിവാണ്. പിന്നെ കെ എം മൗലവിയെ പറയാൻ പറ്റൂല. എന്നാൽ നിങ്ങൾ പ്രഖ്യാപിക്കണം, കെ എം മൗലവിക്ക് ഹൗദുൽ കൗസർ കിട്ടാതെ മരിച്ചുപോയ ആളാണെന്ന് പറ. ഞങ്ങളെപ്പറ്റി നിങ്ങൾ അങ്ങനെ പറയണ്ടല്ലോ. അതുപോലെ നിങ്ങളുടെ മുജാഹിദിന്റെ നേതാക്കന്മാർ അവര് നരകപാതയിലേക്ക് മുന്നേറിയവരാണ് എന്ന് നിങ്ങൾ നോട്ടീസുകൾ വിതരണം ചെയ്ത് പറഞ്ഞില്ലേ? പറ, നിങ്ങളുടെ നേതാക്കന്മാരെ പറ്റി പറ. എങ്കിൽ ഞങ്ങൾ ആ ചോദ്യം പിൻവലിക്കും. ഞങ്ങൾ ആ വിശദീകരണം ചോദിക്കില്ല. പിന്നെ അൽ മുർഷിദിന്റെ ബാക്കി ഭാഗം കൂടി വായിക്കണമെന്ന്. അൽ മുർഷിദിൽ ഏത് ഭാഗമാണ് വായിക്കേണ്ടത് അന്ന് പറഞ്ഞാണ്. അൽ മുർഷിദിൽ പറഞ്ഞെന്താണ്? എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്ത് വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി അറിയുന്ന യാതൊരാൾക്കും ഫൈസൽ മൗലവി ഒഴിവായോ? ഞാൻ ഒഴികെ നിങ്ങൾ പറയോ? യാതൊരാൾക്കും ഈ മാസം വരുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ടെന്നാൽ ലോകത്തിന് റഹ്മത്തായിട്ടാണ് അല്ലാഹു തആല മുഹമ്മദ് നബിയെ അയച്ചിട്ടുള്ളത്. ഈ മാസം വരുമ്പോൾ ആർക്കും സന്തോഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഖുർആന്റെ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു, ലോകത്തിന് റഹ്മത്തായിട്ടാണ് റസൂലുള്ളാഹിനെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് ഖുർആൻ പറയുകയാണ്. ഇനി അതിന് ഇമാമിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ നിലപാട് പറയണം. ഇമാമിങ്ങൾ പറഞ്ഞതേ ഖുർആനിനെ ഞങ്ങൾ പ്രമാണമാക്കുകയുള്ളൂ, അല്ലാത്ത ഖുർആന്റെ ആയത്തുകൾ ഞങ്ങൾക്ക് പ്രമാണമല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് പറ. എന്നിട്ട് ചോദിക്ക്. അത് പറഞ്ഞതിന് ശേഷമല്ലാതെ ആ ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല. മനസ്സിലായെങ്കിൽ ഇപ്പൊ നിങ്ങൾ നബിദിനാഘോഷം വിട്ടുകാണ്ട് ഇപ്പൊ ക്രിസ്തുമസ് ആണ്. ഈസാ നബി അലൈഹിസ്സലാം ആ റഹ്മത്തിന്റെ പരിധിയിൽ ഏതെങ്കിലും ഒരു തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വായിക്കണം. നിങ്ങൾ തഫ്സീർ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. പിന്നെ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം നിങ്ങളുടെ കെ എം മൗലവി ഏറ്റവും മഹത്തായ ദിവസമാണ് ഈ നബിദിന ദിവസം എന്ന് എഴുതിയത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? നിങ്ങൾ കെ എം മൗലവി നരകത്തിൽ പോയോ? പിന്നെ മാത്രമല്ല ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇമാമുകൾ പറഞ്ഞത്? ലൈലത്തുൽ ഖദറിനേക്കാൾ അന്നത്തെ രാത്രിക്ക് പുണ്യം. അതിന് ആയത്തുണ്ട്, ഹദീസുണ്ട്. സുഹൃത്തെ, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ആയത്തും ഹദീസും മാത്രമല്ല പ്രമാണം. ഇമാമുമാർ ഇതര പ്രമാണങ്ങളുടെ മുസ്തനദായിട്ട് ആയത്തെ ഹദീസിന്റെ അകമ്പടിയോടെ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം റസൂലുള്ളാഹി ജനിച്ച പ്രസ്തുത മുഅയ്യനായ രാവിനാണ് എന്ന് അത് ഷർവാനി നിങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് ഇമാമിങ്ങൾ നിങ്ങൾ ഷെർ എന്ന് പറയരുത് കേട്ടോ. മഹാനായ ഇമാം അബ്ദുൽ ഹമീദ് ഷർവാനി നുസ്റൽ കരീം പോലുള്ള കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ചോദ്യത്തിന് പിന്നെ പ്രകാശത്തിന്റെ ആ ഒരു സംഭവമാണ്. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം കൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ പ്രാഥമ്യം നടന്നത് എന്ന ഹദീസിനെ പറ്റി ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ആ ഹദീസ് സ്വീകാര്യമായ ഹദീസാണ് എന്ന്. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി അവിടുത്തെ ആ ഫതാവൽ ഹദീസിൽ വളരെ വ്യക്തമായി പറയുകയാണ്. മുസന്നഫ് അബ്ദുർ റസാഖിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ ഉപശീർഷകം 18-ാമത്തെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നിങ്ങളും പറഞ്ഞിട്ടുണ്ട്,
ഞങ്ങൾ മാത്രമല്ല പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മക്തിത്തങ്ങൾ എന്താ പറഞ്ഞത്? ജഗൽ കാരണമാണ്, ഈ ലോകത്തിന്റെ കാരണക്കാരനാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ പ്രഥമ നായകനായ സാക്ഷാൽ മക്തിത്തങ്ങൾ. മക്തിത്തങ്ങൾ നിങ്ങൾ നരകത്തിലാണ് വിശ്വസിക്കുന്നത്? നിങ്ങളെ നേതാക്കന്മാർ നരകത്തിന്റെ മക്തിത്തങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ, ഐക്യസംഘത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രഥമ ആചാര്യൻ അയാൾ നരകത്തിലാണോ? ഞങ്ങൾ സ്വന്തം അനുയായികൾ ഇപ്പൊ കൂക്കാൻ തുടങ്ങി. നാട്ടത്തെ കിബീറായിരുന്നു, ഇപ്പൊ കൂക്കല. ഇതാ മുസ്ലിയാരെ അവസാനം എത്തിപ്പെട്ടത്. നീ പുറത്തിറങ്ങി എന്താ ഉണ്ടാകുക ആർക്കറിയാം. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ പ്രകാശവും ഇല്ല, അതേപോലെ സനദും ഇല്ല, തഫ്സീറും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് ഇപ്പൊ ചോദിക്കാം, ഈ നബി റഹ്മത്ത് തഫ്സീറുണ്ടോ? നിങ്ങളല്ലേ പറഞ്ഞ തഫ്സീർ വേണ്ടാന്ന്? നിങ്ങളല്ലേ പറഞ്ഞ തഫ്സീർ വേണ്ടാന്ന്? ഇപ്പൊ ചോദിക്കാം തഫ്സീറുണ്ടോ? ഇതാ പറഞ്ഞ മുള്ളോണ്ട് എടുക്കാറുള്ളത്. നീ വായിക്കുന്നത് അതല്ലേ പറയും. നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ തന്നെയത് ഈ നബി റഹ്മത്തല്ല കൈ പറയുണ്ടോ? നിങ്ങൾ പറയും ഈ നബി റഹ്മത്തല്ലാന്നുണ്ടോ? ഈ വേണ്ട. ഖുർആൻ എന്താ പറഞ്ഞത്? വസ്സലാമു അലയ്യ യൗമ വുലിദ്തു, ഞാൻ ജനിച്ച ദിവസം സലാമാണ്. അങ്ങനെ ഉണ്ടോ റബ്ബെ? എന്നാ പിന്നെ ഇപ്രാവശ്യം 24 നബിദിനം 25 ക്രിസ്മസ് ആഘോഷിച്ചില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. അടുത്തുള്ള ആഘോഷിച്ചോളി ക്രിസ്മസ്. അവിടെ എത്തിക്കും. നബി ഞങ്ങൾ പറഞ്ഞു, ജൂതന്റെ വഴിയെ ഈ ഉമ്മത്ത് പോകും, ക്രൈസ്തവന്റെ വഴിയെ ഈ ഉമ്മത്ത് പോകും. അതേ പൗരോഹിത്യം കൊണ്ടുപോകും അവരെ. അതാണ് നമ്മൾ ഈ കണ്ടത്. അതുകൊണ്ട് തെളിഞ്ഞിരിക്കുന്നു, ആയത്തിന് തഫ്സീറില്ല, സ്വന്തം വ്യാഖ്യാനമാണ്. 4 ഖലീഫമാർ പറഞ്ഞിട്ടില്ല, അത് ശുദ്ധമായ കളവാണ്. 3 നൂറ്റാണ്ടിൽ ആരും പറഞ്ഞിട്ടില്ല, പറയാൻ ശ്രമിച്ചിട്ടുമില്ല. നിങ്ങൾ നബി പ്രകാശം നിങ്ങൾ തൊട്ടിട്ടില്ല. നബി ലോകത്തിന് റഹ്മത്താണ് അള്ള പറഞ്ഞിട്ടുണ്ട്. അത് മക്തീതങ്ങൾക്ക് വായിക്കാൻ ആവശ്യമില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അതല്ല ചോദിച്ചത്. നബി പ്രകാശത്തിൽ നിന്നാണ് നബി എല്ലാ അമ്പിയാക്കളെയും പഠിച്ചത് എന്ന് മൗലീദിലുണ്ട്. അതിനാ അർശ് പഠിച്ചത് മൗലീദിലുണ്ട്. അതിനാ സ്വർഗം പഠിച്ചത് മൗലീദിലുണ്ട്. അത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നത്? അതാണ് നിങ്ങൾ പറയേണ്ടത്. അത് മക്തീതങ്ങൾ എഴുതിയോ? നിങ്ങൾ വായിച്ചോളി. KM മോദി എഴുതിയോ? അത് വായിച്ചോളി. അൽ മുർശദി ഉണ്ടോ? അത് വായിച്ചോളി. അതല്ലേ വായിക്കേണ്ടത്? അതിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി ബോധ്യപ്പെട്ടു, ഇത് ബിദ്അത്ത് തന്നെയാണ്. ഇനിയിപ്പോ നല്ല ബിദ്അത്താണോ ചീത്ത ബിദ്അത്താണോ ഞങ്ങൾ തീരുമാനിക്കുന്ന ഒരൊറ്റ ബിദ്അത്തും ഞങ്ങൾക്ക് വേണ്ട. സുന്നത്ത് മാത്രം മതി, ഒരു ബിദ്അത്തും വേണ്ട. കാരണം ബിദ്അത്തുള്ളവനാണ് മുബ്തദി, അവനാണ് ബിദ്അഇ. ബിദ്അഇയാവാൻ ഞങ്ങൾ ഒരുക്കമല്ല. നിങ്ങൾ ബിദ്അഇ ആയിക്കൊള്ളൂ, ബിദ്അത്തിന്റെ പിന്നാലെ പോയിക്കൊള്ളൂ, നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞ് സ്വീകരിച്ചുകൊള്ളൂ. ഞങ്ങളുടെ 9ാമത്തെയും അവസാനത്തെയും ചോദ്യം ഉത്തരം ഇതിനെങ്കിലും പറയണേ. ബാക്കി 8 നിങ്ങൾ തൊട്ടില്ല. ഈ 9ാമത്തിനെങ്കിലും നിങ്ങൾ ഉത്തരം പറയണേ. ഞങ്ങളുടെ വാദമായി നിങ്ങൾ എഴുതി വെച്ചു, നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണ് എന്ന മുജാഹിദ് വാദം ശരിയല്ല. ഞങ്ങൾ ചോദിക്കുന്നു, നിരുപാധികം മുത്തലഖായിക്കൊണ്ട് നബിദിനാഘോഷം ഹുക്മ് പറയുമ്പോൾ നബിദിനാഘോഷം ശിർക്കാണ് എന്ന് ഔദ്യോഗികമായി മുജാഹിദ് പ്രസ്ഥാനം എഴുതി വെച്ച ഒരു ഭാഗം, ഒരു ലേഖനം, ഒരു പുസ്തകം വായിക്കാൻ നിങ്ങൾക്കാകുമോ? ഉപാധിയോടുകൂടി ഉമർ മൗലവി എഴുതിയിട്ടുണ്ട്, ഉപാധിയോടുകൂടി അൽ മുർശദി എഴുതിയിട്ടുണ്ട്, ഉപാധിയോടുകൂടി അൽ ഇസ്ലാഹിലുണ്ട്. അത് ഞങ്ങളും അംഗീകരിക്കുന്നു, ഞങ്ങൾ ഇവിടെയെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷം ശിർക്ക് തന്നെ, സംശയമില്ല. നേരെ മറിച്ച് മൗലിദുൻ നബി എന്ന ആഘോഷം, ആ കേവല ആഘോഷം തന്നെ ശിർക്കാണ് എന്ന് എഴുതി വെച്ച ഒരു ലേഖനം, ഒരു വരി ഫുള്ള് വായിക്കാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വരിയെങ്കിലും നിങ്ങൾ വായിക്കുമോ? ഉമർ മൗലവി കട്ട് വായിച്ചതുപോലെ, അൽ മുർശദി കട്ട് വായിച്ചതുപോലെ വായിച്ചാ പോരാ. നേരെ മറിച്ച് നബിദിന ആഘോഷം ബിദ്അത്താകുന്നു എന്ന് എഴുതി വെച്ചത്, അത് ശിർക്കാകുന്നു എന്ന് എഴുതി വെച്ചത് ഉണ്ടോ? അത് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഒരടിസ്ഥാനവുമില്ലാത്ത പിൽക്കാലത്ത് ചില ബാത്രീങ്ങളായ ഭോഷന്മാരുണ്ടാക്കിയ അക്കാലൂന ശാപ്പാട്ട് കൊതിയന്മാര് നിലനിർത്താൻ ശ്രമിക്കുന്ന ഏർപ്പാട് എന്ന് ഇമാം ാക്കിയ അക്കാലൂന ശാപ്പാട്ട് കൊതിയന്മാര് നിലനിർത്താൻ ശ്രമിക്കുന്ന ഏർപ്പാട് എന്ന്, ആ ഏർപ്പാട് ഇനി വേണോ നമുക്ക്? ഇസ്ലാമിന്റെ പേരിൽ ഇനി സുന്നത്താന്ന് പറയണോ? ഇനി ആയത്തുണ്ട് പറയണ ഭാഗത്ത് പറയുന്നുണ്ട്, ഈ മുസ്ലിയാക്കന്മാർ നമ്മൾ നയിക്കുന്നത് സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാകുന്നു എന്ന് അതേ ലേഖനത്തിലുണ്ട്. നിങ്ങൾ വായിച്ച അതേ ലേഖനത്തിന് തൊട്ടടുത്ത പേജിലുണ്ട്, ഈ മുസ്ലിയാക്കന്മാർ നയിക്കുന്ന നരകത്തിലേക്കാകുന്നു. നിങ്ങളെ പറ്റില്ല, അന്ന് നിങ്ങൾ ജനിച്ചിട്ടില്ല, നിങ്ങളെ പൂർവികന്മാരെ പറ്റി അത് നിങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് നരകത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകല്ല. റബീഉൽ അവ്വൽ 12 ജന്മദിനാഘോഷം കൊണ്ടാടണം എന്നതിന് എതിരാണോ ഉമർ മൗലവി പറയാ? റബീഉൽ അവ്വൽ 12 ജന്മദിനാഘോഷം കൊണ്ടാടണം, അത് ഏറ്റവും അഫ്ളലായ ദിവസമാണ് എന്നതിനെതിരാണോ KM മൗലവി? എന്നതിനെതിരാണോ ഈ മുസ്ലിയാക്കന്മാർ നരകത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് ആ വാക്ക്?
ഈ മുസ്ലിയാക്കന്മാർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെന്ന് ആ പുസ്തകത്തിലുണ്ട്. അത് ഇതിനെതിരാണോ? അതിതിനെങ്ങനെ എതിരാണ്? നിങ്ങൾ പറയുന്ന ആലോചിക്കുന്നില്ലേ? കെ മൗലവി എഴുതി, ശ്രദ്ധിക്കണം, ഈ കെ കുഞ്ഞിക്കുട്ടി മൗലവി എഴുതി, അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. ആ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്, അത് ഞങ്ങൾ കൊണ്ടാടുന്നു, നിങ്ങളും കൊണ്ടാടണം. ആ മൗലവി തന്നെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ ഈ മുസ്ലിയാക്കന്മാർ നരകത്തിലേക്കാ ക്ഷണിക്കുന്നത്? അത് ഇതിനെതിരാണോ? അരിയത്തിരാന്ന് ചോദിച്ചതിന് പയറഞ്ഞായി എന്നാ മൗലവിന്റെ മറുപടി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫബിദാലിക ഫല്യഫറഹു എന്ന ആയത്ത് കൊണ്ട് നബിയുടെ ജന്മദിനാഘോഷം നടത്തുന്നതിന് തെളിവാന്ന് പറഞ്ഞപ്പോ ആ ആയത്ത് കൊണ്ട് ഈസാ നബിന്റെ ജന്മദിനം നിങ്ങൾ കൊണ്ടാടുവോ എന്ന് ചോദിച്ചപ്പോ എം.ടി. അബൂബക്കർ സാഹിബ് തിരിച്ചു വെച്ചിരുന്നു, വബിറഹ്മത്തി എന്ന് പറഞ്ഞതിന് തഫ്സീർ എവിടെ? ഈസാ നബി. ആ തഫ്സീറിൽ എവിടെ? ആ റഹ്മത്ത് കൊണ്ട് മുറാദ് ഈസാ നബി നിങ്ങൾ വായിച്ചോ? എന്തെങ്കിലും വായിക്കല? അതെന്നെ വീണ്ടും അരിയത്രിയ ചോദ്യം, മറുപടി പയറഞ്ഞായി. ഇനി നിങ്ങൾ കേട്ടോളൂ, ഇപ്പം പുതിയൊരു ചോദ്യം, 9ാമത്തെ ലാസ്റ്റത്തെ ചോദ്യം. എന്താ ചോദ്യം? ഞങ്ങൾ എവിടെയെങ്കിലും നബിദിനാഘോഷ ശിർക്കാണെന്ന് നിരുപാധികം എഴുതിയിട്ടുണ്ടോ? നേരത്തെ ഇത് നിരുപാധികമാണ്. ഇനി ഉദ്ധരിക്കുന്നു, അപ്പോൾ എന്നത് അതിന് കൈതല്ല. നിങ്ങളാണെങ്കിൽ അത് ഉപാധിയാണെങ്കിൽ ആ ഉപാധി വായിച്ച് നിങ്ങൾ സ്ഥിരപ്പെടുത്തണ്ടേ? നിങ്ങൾ ഇതൊരു വായിക്കുന്നല്ല, നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ. വെറും ചപ്പരക്കുന്ന പണിയാ ഫൈസൽ മൗലവിക്ക്, അതിനപ്പുറത്തൊരു കഥയില്ല. അപ്പോൾ വായിക്കും, എന്തെയാ വായിക്കാത്തത്? ഇനിതാ ഫൈസൽ മൗലവി, സാക്ഷാലിരിക്കുന്ന ഫൈസൽ മൗലവി തന്നെ ലേഖനം എഴുതി ആൽ ഇസ്ലാഹിൽ എന്താ പറയണത്? മേൽ പറഞ്ഞ തെളിവുകളിൽ നിന്ന് മൗലിദാഘോഷിക്കൽ ശിർക്കും ബിദ്അത്തുമാണെന്ന് നാം മനസ്സിലാക്കി. മൗലിദാഘോഷിക്കൽ ശിർക്കും ബിദ്അത്തുമാണെന്ന് മനസ്സിലാക്കി. അതിന് കൈതാണോ മേൽ പറഞ്ഞത് തെളിവ് കൈതാ? വാദം നബിദിനാഘോഷം ശിർക്കും ബിദ്അത്തുമാണെന്ന് നാം മനസ്സിലാക്കി. മേൽ പറഞ്ഞ തെളിവ് കൈതല്ല. ഇനി നിങ്ങൾ കേട്ടോളൂ, ഫല്യഫറഹു, ശ്രദ്ധിച്ചോളൂ, ഫല്യഫറഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവരുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിന് തെളിവാണെന്നതിന് പറയാൻ കാരണം വബിറഹ്മതിഹി, റഹ്മത്ത് റസൂലുള്ളാഹി എന്ന് പറഞ്ഞതാ. വബിദാലിക ഫല്യഫറഹു എന്നത് തെളിവാകാൻ കാരണമാണ്. എന്നാൽ അത് തെളിവാണെന്ന് ആരാ പറഞ്ഞെന്നാ ചോദിച്ചത്? ഞങ്ങൾ മാത്രമല്ല, അതിനും നിങ്ങളുടെ കെ എം മൗലവി മറുപടി പറഞ്ഞിട്ടുണ്ട്. കെ എം മൗലവി പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണ്, ആ റഹ്മത്തായതുകൊണ്ട് ഞങ്ങൾ കൊണ്ടാടണമെന്ന് കെ എം മൗലവി പറയുന്നു. കെ എം മൗലവിയാ പറഞ്ഞിട്ടുള്ളത്, കെ എം മൗലവി, ഞങ്ങളല്ല. റസൂലുള്ള റഹ്മത്താണ്, ആ റഹ്മത്തായതുകൊണ്ട് റബീഉൽ അവ്വൽ 12 കൊണ്ടാടണമെന്ന് കെ എം മൗലവിയും പറഞ്ഞു. നിങ്ങളെ കുഞ്ഞീന മൗലവിന്റെ തഫ്സീർ ഞങ്ങൾ വായിച്ചു, ആയത്തിന്റെ നേരെ മയന ഞങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങളെ കെ എം മൗലവി, ഇനി നിങ്ങൾ ചോദിക്കുന്നു, വളരെ വ്യക്തമായി മനസ്സിലാക്കണം, വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഫബിദാലിക ഫല്യഫറഹു എന്ന ആയത്താണ് തെളിവ്. ആ ആയത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിന് തെളിവാണ്. അതിൽ പറഞ്ഞ റഹ്മത്ത് അള്ളാഹുവിന്റെ റസൂലല്ല, അത് പച്ചക്കള്ളമാണെന്ന് നിങ്ങൾ എഴുതിയത് ഞങ്ങൾ ഒന്ന് വായിച്ചു, രണ്ടാമതും വായിക്കുന്നു. നബിയെ കുറിച്ചാണെന്ന മുസ്ലിയാക്കന്മാരുടെ ക്രൂരമായ ദുർവ്യാഖ്യാനത്തെ തകർത്തിരിക്കുകയാണ് റഹ്മത്ത് കൊണ്ട്. ബബിദാലിക എന്ന് പറയുന്ന റഹ്മത്ത് കൊണ്ടുള്ള മുറാദ് നബിയാണെന്ന ക്രൂരമായ ദുർവ്യാഖ്യാനം. നിങ്ങൾ മൗലവി ആ വാദങ്ങൾ മുഴുവനും നിങ്ങൾ എഴുതിയ പുസ്തകം നിങ്ങൾ ഇവിടെ വന്ന് തകർത്തിരിക്കുകയാണ്. ഇനി ഞാൻ പറയട്ടെ, ഞങ്ങളുടെ വാദത്തെ പറ്റി കമാ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ വാദം എന്താണെന്നറിയോ? കേട്ടോളൂ, നിങ്ങൾ 9 ചോദ്യം ചോദിച്ചു. എവിടെയൊക്കെയോ ചോദിച്ചത് നിങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരാവശ്യമില്ല. ഞങ്ങളുടെ വാദം എന്താണെന്നറിയോ? നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണെന്ന മുജാഹിദ് വാദം തെറ്റാണ്. 9 ചോദ്യത്തിൽ ഒരു ചോദ്യവും ഞങ്ങളെ പറ്റി വാദത്തെ പറ്റി ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളുടെ വാദം നിങ്ങൾക്ക് മറുപടിയാണ്. എന്താ നിങ്ങളുടെ വാദം? റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന നബിയുടെ ജന്മദിനാഘോഷവും അനുബന്ധ കാര്യങ്ങളും വിദഅത്താകുന്നു. ആ വാദം അറിയിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിക്കാതെ റബീഉൽ അവ്വൽ മാസത്തിനോ മറ്റു മാസങ്ങളിലോ ജന്മദിനാഘോഷം കൊണ്ടാടുന്നത്, നബിദിനാഘോഷം കൊണ്ടാടുന്നത് ബിദ്അത്തല്ല എന്ന് നിങ്ങളുടെ വാദത്തിൽ ഇതാ സമ്മതിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വാദത്തിൽ നിങ്ങൾ മറുപടി എഴുതിയിട്ടില്ല. നിങ്ങൾ 9 ചോദ്യം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം ഏറ്റവും പുണ്യമുള്ള ദിവസമാണെന്ന്, ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള ദിവസമാണല്ലോ ഏറ്റവും പുണ്യമുള്ള ദിവസം. കാരണം ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതിനൊപ്പം നിരുപാധികമാ പറഞ്ഞത് ഏറ്റവും പുണ്യമുള്ള ദിവസം. അത് നിങ്ങളുടെ അൽ ഇർഷാദിലും അൽ മുർഷിദിലും എഴുതി. അതിനപ്പുറം വായിക്ക്, ഫുള്ള് വായിക്ക്. അതൊക്കെ ഞങ്ങൾ പൊളിച്ചിട്ടൂടെ.
നിങ്ങൾ എത്ര പുസ്തകത്തിൽ ഫുള്ള് വായിക്കൂല മുസ്ലിംമാർ ഫുള്ള് വായിക്കാൻ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങളവിടെ പൊളിച്ചിടൂ, തകർത്തടിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട്? അതിന് വിരുദ്ധമായ വരി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി ഇപ്പൊ പറഞ്ഞാൽ മതിയോ? മുസ്ലിയാക്കന്മാർ നരകത്തിലേക്ക് നയിക്കുന്നവരാണെന്ന് ആ പുസ്തകത്തിലുണ്ട്. അത് അതിന് മറുപടിയാണോ? നിങ്ങൾ നെഞ്ഞത്തടിച്ച് ചിന്തിക്ക്. ഉച്ചയ്ക്ക് ശേഷം മുങ്ങരുത് മൗലവി. എടവണ്ണപ്പാറയിൽ നിന്ന് മുങ്ങിയതുപോലെ, പുത്തനത്താണിയിൽ നിന്ന് മുങ്ങിയതുപോലെ ഉച്ചയ്ക്ക് ശേഷം മുങ്ങരുത് മൗലവി. നിങ്ങൾ വരണം, ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളെ വിഷയത്തിൽ നിന്ന് പുറത്തൊന്നും ചോദിക്കൂല. നിങ്ങളെ വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്ന് ഞങ്ങൾ 9 ചോദ്യങ്ങൾ മണിമണിയായി ചോദിക്കുമ്പോ നിങ്ങൾ മറുപടി പറയാൻ ഇവിടെ വേണം. നിങ്ങൾ മുങ്ങരുത്. എടവണ്ണപ്പാറയിൽ നിന്ന് ഈ വാദം എഴുതാൻ പറഞ്ഞപ്പോ മൗലവി മുങ്ങിയതാണ്. അതുപോലെ പുത്തനത്താണിയിൽ നിന്ന് മുങ്ങിയതാണ് മൗലവി. കക്കുപ്പടി അഷ്റഫിയെ പറ്റി അദ്ദേഹം ലക്ഷദ്വീപിലാണുള്ളത് എന്ന് കളവ് പറഞ്ഞ് തട്ടിവിട്ടിയാളാണ് മൗലവി. അതിവിടെ നടക്കൂല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ വാദം കമ്പിലെ കുട്ടികളെ ഈ ഭാഗത്തുള്ള മുജാഹിദിന്റെ ദേവാപ്രവർത്തകരെ വിട്ടുകൊണ്ട് നിങ്ങൾ എഴുതിച്ച വാദം ഞങ്ങളുടെ വാദം തെളിയിച്ചിരിക്കുന്നു.